സ്റ്റാർട്ട് ചെയ്തോട്ടോ. ഓക്കെ ഓക്കെ. ഇന്ന് എടുക്കാൻ പോകുന്നത് കേരള പടാവലി മലയാളത്തിലെ ഒന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമാണ് വഴിയാത്ര. അപ്പോ ഈ പാഠത്തില് പറയുന്നത് പണ്ടത്തെ കാലത്തുള്ള വഴിയാത്രയെ പറ്റിയിട്ടാണ്. ഇപ്പോഴത്തെ കാലത്ത് വഴിയാത്ര എന്നുള്ള ഒരു രീതി നമ്മുടെ നാട്ടിൽ വളരെ കുറവാണെന്നല്ല, നമ്മുടെ നാട്ടിൽ ഇല്ല. കാരണം ഇപ്പൊ യാത്ര ചെയ്യാൻ നമുക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. വാഹനങ്ങളിൽ യാത്ര ചെയ്യാം. അല്ലാണ്ട് തന്നെ ഇപ്പൊ നടക്കുന്നല്ല, വാഹനങ്ങളുടെ പല രീതിക്കുണ്ട്. ഇപ്പൊ ബസ്സില്, കാറില്, ട്രെയിനില്, ഫ്ലൈറ്റില്, അങ്ങനെ എത്ര ദൂരം വേണമെങ്കിലും നമുക്കിപ്പോ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇപ്പൊ പണ്ടത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ യാത്ര ചെയ്യാനുള്ള ആകെയുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് കാൽനടയാണ്. അത് പണ്ടത്തെ കാലത്ത് ചില സ്ഥലങ്ങളിൽ അത്യാവശ്യം നല്ല പുരോഗമനം ഉണ്ടാവും. അവിടെ കാളവണ്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാത്ത സ്ഥലത്ത് ഇത് വളരെ പണ്ടത്തെ കാര്യം കേട്ടോ. അപ്പൊ അല്ലാത്ത സ്ഥലത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കാൽനടയായിട്ട് തന്നെ പോകണം. പിന്നെ ഈ വലിയ പുഴയോ പിന്നെ കായലോ അങ്ങനെ മുറിച്ച് കിടക്കേണ്ട വരികയാണെങ്കിൽ അവിടെ വള്ളങ്ങളുണ്ടാവും. വള്ളങ്ങൾ മീൻസ് തോണി ഉണ്ടാവും. അപ്പോ ഇങ്ങനെയായിരുന്നു പണ്ടത്തെ കാലത്ത് എന്ത് ചെയ്തത്, നമ്മള് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ ഈ ഒരു പാഠം എഴുതിയിരിക്കുന്നത് ഇ.വി. കൃഷ്ണപിള്ളയാണ്. ഇ.വി. കൃഷ്ണപിള്ളയുടെ ചിരിയും ചിന്തയും എന്നുള്ള കൃതിയിൽ നിന്നെടുത്ത ചെറിയൊരു ഭാഗമാണ് വഴിയാത്ര എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു പാഠത്തില് ഈ കാര്യങ്ങൾ മൊത്തം പറയുന്നത് ഒരു രൂപത്തിലെന്ന് വെച്ചാല് നമുക്ക് രസിച്ചുകൊണ്ട് കേട്ടിരിക്കാൻ പറ്റുന്ന, അല്ലാണ്ടുള്ള ലേഖനങ്ങൾ എന്ന് പറയുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെ പറയും. അപ്പം നമുക്കത് വായിക്കാൻ കുറച്ച് മടുപ്പ് തോന്നും. പക്ഷെ ഇതെന്ന് പറയുന്നത് രസിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന രീതിക്കാണ് എഴുതിയിട്ടുള്ളത്. ഇ.വി. കൃഷ്ണപിള്ള എന്ന് പറയുന്നത് ഒരു ഹാസ്യ സാഹിത്യകാരനാണ്. അപ്പോ അദ്ദേഹം ആ രീതിക്കാണ് എന്ത് ചെയ്തത്, ഈ വഴിയാത്ര എന്നുള്ള ഈ പാഠം നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോ ഈ ഒരു പുസ്തകം എഴുതുന്നത് ഏകദേശം ഒരു 50 വർഷത്തിനും മുന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തുള്ള കാര്യങ്ങളാണ് ഇതിൽ കൂടുതലായിട്ട് പറയുന്നത്. ആ ഒരു സമയത്തുള്ള ആൾക്കാരുടെ അവസ്ഥ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം ഓരോ വരിയും വായിച്ച് അതിന്റെ അർത്ഥം പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോകാം. പണ്ടത്തെ വഴിയാത്ര എത്ര ആയിരുന്നിരിക്കണം. ഇന്നത്തെ മധ്യവയസ്കരും ചെറുപ്പക്കാരും അതിന്റെ അവസാന ഘട്ടങ്ങൾ മാത്രമേ കണ്ടിരിക്കുകയുള്ളൂ. അപ്പോ ഇത് 50 വർഷങ്ങൾക്ക് മുന്നേ എന്ന് പറയുമ്പോൾ അതിലുള്ള മധ്യവയസ്കരും ചെറുപ്പക്കാരും എന്ന് പറയുന്ന ആൾക്കാർ ഇന്നത്തെ കാലത്ത് ജീവനോടെ പോലും ഉണ്ടാവില്ല. അത്രയും വർഷങ്ങൾക്ക് മുന്നെയാണ്. അപ്പൊ അതിനും മുന്നേ ജീവിച്ച ആൾക്കാരുടെ കാര്യമാണ് ഇതിൽ പറയുന്നത്. കാരണം 50 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ നമുക്ക് കാളവണ്ടി മാറി ട്രെയിന്, ബസ്, കാർ ഇതൊക്കെ വന്ന സമയമാണ്. അപ്പൊ അതിനും മുന്നേ ജീവിച്ച ആൾക്കാര്. അപ്പോ ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ അവർ കണ്ടിട്ടുണ്ടാവില്ല. മധ്യവയസ്കർ പിന്നെയും ചെറിയ ചിലതെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതാണ് പറഞ്ഞത് ഇവർ അവസാന ഘട്ടങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. കാരണം ആദ്യ ഭാഗത്തുള്ളതൊന്നും കാണാൻ ഇവർക്ക് പറ്റിയില്ല. കാരണം അതെന്ന് പറയുന്നത് ഭയങ്കര പണ്ടാണ്, നടന്നുകൊണ്ടിരിക്കുന്ന കാൽനട മാത്രം ഉണ്ടായിരുന്ന കാലത്തുള്ളത്. ഒരു നാട്ടിൻപുറത്തുകാരന് പട്ടണത്തിൽ ഒന്ന് പോകണം. 10-40 നാഴിക വഴിയുണ്ട്. ഒരു കേസുകാര്യത്തിനോ മറ്റോ ആണ് പോകേണ്ടത്. വണ്ടിയില്ല, വള്ളമില്ല, കാൽനട തന്നെ അവലംബം. അതായത് ഇന്നത്തെ കാലത്ത് നമുക്ക് വലിയൊരു സിറ്റിയിലേക്ക് പോകണമെങ്കിൽ, വലിയൊരു ടൗണിലേക്ക് പോകണമെങ്കിൽ, ഒരു പട്ടണത്തിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മുടെ സ്വന്തം നാട് തന്നെ വലിയൊരു പട്ടണമായിരിക്കും, അല്ലെങ്കിൽ തൊട്ടടുത്ത നാട് ഒരു പട്ടണമായിരിക്കും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ ഒരുപാട് മാർഗങ്ങളുണ്ട്. നമുക്ക് വിമാനത്തിൽ പോവാം, ട്രെയിനിൽ പോവാം, ബസ്സിൽ പോവാം, കാറിൽ പോവാം, അങ്ങനെ ഒരുപാട് മാർഗങ്ങളുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് പട്ടണം എന്ന് പറയുന്നത് ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് ഒരുപാട് ദൂരത്തുള്ള സ്ഥലമായിരിക്കും. അപ്പൊ അവിടത്തേക്ക് പോകാൻ വേണ്ടി നമുക്ക് കാൽനട അല്ലാതെ കാളവണ്ടിയോ ബസ്സോ കാറോ അങ്ങനത്തെ ഒരു സൗകര്യം ഉണ്ടായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് കാൽനടയായിട്ട് തന്നെയാണ് പോവുക. ഒരുപാട് ദൂരം ഇപ്പൊ കാൽനടയായിട്ട് പോയാലും ചിലപ്പോൾ നമുക്ക് വലിയൊരു നദിയോ അങ്ങനെ എന്തെങ്കിലും കടക്കേണ്ട വന്നാൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും, വെള്ളം ഉപയോഗിക്കും. അല്ലാണ്ട് വെള്ളത്തിന്റെ ആവശ്യമില്ലല്ലോ. അപ്പോ ഇവിടെ എന്ന് പറയുന്ന വണ്ടിയില്ല, വെള്ളമൊന്നുമില്ല. അപ്പൊ നമ്മൾ നടന്നിട്ട് തന്നെ പോകണം എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് നടന്നിട്ട് വേണം ആ പട്ടണത്തിലേക്ക് എത്താൻ. ഇപ്പൊ നടക്കുക എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ അറിയാം, നമ്മള്
എത്ര ദൂരം എത്ര സമയം നടക്കണം. നമ്മുടെ സ്വന്തം തൊട്ടടുത്തുള്ള ഒരു സ്ഥലം ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം വേണം നടക്കാൻ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് നടന്ന് ശീലമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ പണ്ടത്തെ കാലത്ത് ഇവർക്ക് ഒരുപാട് സമയം വേണം, പക്ഷെ ഇവർക്ക് നടന്ന് ശീലമുള്ളത് കൊണ്ട് ഇവർക്ക് പെട്ടെന്ന് നമ്മളെക്കാൾ കൂടുതൽ വേഗത്തിൽ ഇവർക്ക് എന്ത് ചെയ്യും, അവിടത്തേക്ക് എത്താൻ വേണ്ടി പറ്റും. ഇടയ്ക്കെങ്ങും ചായക്കടകളും ശാപ്പാട് ഹോട്ടലുകളും വന്നു ചേർന്നിട്ടുമില്ല. അത്താഴം ആകുമ്പോഴേക്കും ഭാര്യ പൊതിച്ചോർ തയ്യാറാക്കി കഴിയുന്നു. അതായത് ഇന്നത്തെ കാലത്ത് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കടകളുണ്ടാവും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അത് ഉൾഗ്രാമങ്ങളിലാണെങ്കിൽ കൂടെ അവർ കച്ചവടം നടത്തുന്നുണ്ടാവും. പക്ഷെ അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ആൾക്കാരുള്ള സ്ഥലത്ത് മാത്രമേ ചെറിയ ചെറിയ കച്ചവടങ്ങളെങ്കിലും ഉണ്ടാവുള്ളൂ. അപ്പൊ ചെറിയ ചെറിയ കച്ചവടങ്ങൾ എന്ന് പറയുമ്പോൾ പലചരക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇതേപോലെ ഹോട്ടലുകളോ അങ്ങനൊന്നും ആ സമയത്ത് ഉണ്ടായില്ല. അപ്പോ ഈ രാത്രി കാലങ്ങളിലാണ് ഇവർ യാത്ര തുടങ്ങുന്നത്. അപ്പൊ രാത്രി പോവാനുള്ള സമയമാകുമ്പോഴത്തേക്കും ഭാര്യ എന്ത് ചെയ്തിട്ടുണ്ടാവും, പൊതിച്ചോറ് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അടയ്ക്കാ മരത്തിന്റെ പാള വാർന്നെടുത്ത് ചീകി ഉരുക്കി അതിനകത്താണ് പൊതിച്ചോറ്. നമ്മള് അടയ്ക്കാ മരത്തിന്റെ പാള ഇപ്പൊ പൊതിച്ചോറ് തയ്യാറാക്കുമ്പോൾ നമ്മൾ സാധാരണ വാഴയിലാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് തയ്യാറായിക്കൊണ്ടിരുന്നത്. പക്ഷെ പണ്ടത്തെ കാലത്ത് അടയ്ക്കാ മരത്തിന്റെ പാള ചീകി അതില് നമ്മള് പിന്നെ പൊതിച്ചോറിട്ട്, പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറെ കറികളും അങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മുടെ മനസ്സിൽ. പക്ഷെ ഇതങ്ങനെയൊന്നുമില്ല, സാധാ 1-2 കറികളും കുറച്ച് ചോറും ഇതിട്ട് പൊതിഞ്ഞ് ഭാര്യ എന്ത് ചെയ്യും, തയ്യാറാക്കി കൊടുക്കും. ഇതെന്തിനാന്ന് വെച്ചാല് ഇതേപോലെ ഹോട്ടലുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, പോകുന്ന വഴിക്ക് വിശക്കൂല, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല നിലാവുള്ള രാത്രി ഇതും എടുത്ത് വിദ്വാൻ തിരിക്കുകയാണ്. അപ്പോ രാത്രിയാണ് യാത്ര തുടങ്ങുക എന്നാണ് പറയുന്നത്. അതായത് രാത്രികാലങ്ങളിൽ തുടങ്ങിയാൽ ഇവർക്ക് എന്ത് ചെയ്യാം, ഉറങ്ങാനായിട്ട് ഒരു സ്ഥലത്തെത്താം, അവിടുന്ന് ഉറങ്ങി പിന്നെ നേരം വെളുത്തിട്ട് യാത്ര തുടങ്ങാം. അല്ലാണ്ട് കുറച്ച് റെസ്റ്റ് എടുത്ത് ക്ഷീണമൊക്കെ മാറ്റിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം, യാത്ര തുടങ്ങാം. അല്ലാണ്ട് നമ്മൾ പകല് യാത്ര തുടങ്ങുന്ന സമയത്ത് പകല് യാത്ര തുടങ്ങി പിന്നെ നമുക്ക് വിശ്രമിക്കാനൊന്നും അധികം എന്ത് ചെയ്യില്ല, സമയം കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, രാത്രിയാണ് യാത്ര തുടങ്ങുന്നത്. നേരത്തെ പുറപ്പെടുകയാണെങ്കിൽ 15-16 നാഴിക ദൂരെ ചെന്നാണ് ഉറങ്ങുക. അതായത് നേരത്തെ നമ്മൾ പിന്നെ പുറപ്പെടുകയാണെങ്കിൽ, അതായത് കുറച്ച് നേരത്തെ, അതായത് ഇപ്പോഴത്തെ സമയം എന്ന് പറയുമ്പോൾ നമ്മൾ രാത്രി ഒരു 7 മണി 6 മണി ഒരു സമയത്ത് ഇറങ്ങുകയാണെങ്കിൽ ഒരു 15-16 മൈൽ അപ്പുറം കടന്നിട്ട്, അത്രയും ദൂരം കടന്നിട്ട്, 1 മൈൽ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്ററിനെക്കാട്ട് കൂടുതലുണ്ട്. അപ്പൊ അത്രയും കടന്നിട്ട് അപ്പുറത്തെത്തിയിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. ആത്മവൽ സർവഭൂതാനി എന്ന പ്രമാണപ്രകാരം ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി തനിക്ക് ഏതോ അവകാശമുള്ളതുപോലെ പാത്രങ്ങൾ വേണമെങ്കിൽ അവ, ഉപ്പും മുളകും പോരെങ്കിൽ അത്, അല്ലെങ്കിൽ ഇല, ചിലപ്പോഴൊക്കെ മോരും ചില്ലറ കറികളും വാങ്ങി പൊതിയഴിച്ച് ഊണ് കഴിച്ച് വീട്ടുകാരനുമായി തന്റെ നാട്ടിലെ വിശേഷങ്ങൾ പറഞ്ഞ് ഉറങ്ങുന്നു. അതായത് ലോകത്തുള്ള എല്ലാ വസ്തുക്കളും പെട്ടതാണ് എന്നാണ് ഈ ഒരു വാക്കിന്റെ അർത്ഥം. അപ്പോ ഈ ഒരു പ്രമാണപ്രകാരം ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന്, അതായത് നമ്മള് ഇങ്ങനെ പോകുന്ന ആൾക്കാർ ഇപ്പത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ വരികയാണെങ്കിൽ, ആരെങ്കിലും പെട്ടെന്ന് ഒരു ദിവസം രാത്രി ആരെങ്കിലും വന്ന് വാതിൽ മുട്ടി ഇന്നിവിടെ താമസിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കാൻ സമ്മതിക്കോ? ഇല്ല, ഇപ്പത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. പക്ഷെ അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ഈ വഴിയാത്രക്കാര് ഏതെങ്കിലും ഒരു വീട്ടില് എവിടെയാണോ ഇവരെത്തുന്നത് ആ വീട്ടിലെത്തി അവിടെ അവിടെ നിന്ന് അവരെന്ത് ചെയ്യും, അവർ കൊണ്ടുവന്ന് പൊതിച്ചോറ് കഴിച്ച് ചിലപ്പോൾ അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉപ്പോ മുളകോ അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതും ഇവിടുന്ന് വാങ്ങി, ഇതൊക്കെ നമ്മുടെ സ്വന്തം വീട് പോലെ അതൊക്കെ വാങ്ങി, പിന്നെ പോരെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും എക്സ്ട്രാ കറികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും വാങ്ങിയിട്ട് കഴിച്ചിട്ട് അവിടുത്തെ ആൾക്കാരായിട്ട് സംസാരിച്ചിട്ടാണ് അവിടെ കിടന്നുറങ്ങുന്നത്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കാണാൻ പോലും പറ്റില്ല. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. നമ്മളങ്ങനെ ആൾക്കാരെ പിന്നെ വിളിച്ച് വീട്ടിലേക്ക് കയറ്റുന്നത് ഭയങ്കര കുറവാണ്. ആൾക്കാരങ്ങനെ വന്നു കയറുന്നത് ഭയങ്കര കുറവാണ്. പക്ഷെ ഇതെന്ന് പറയുന്നത് ഏകദേശം ഒരു 100 വർഷമൊക്കെ മുന്നത്തെ കാര്യമാണ്. അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ഇതൊക്കെ സർവ്വസാധാരണമാണ്. ആൾക്കാരിങ്ങനെ പോകുന്നു, ആരെങ്കിലും വീട്ടിലേക്ക് എത്തുന്നു, എന്തായാലും ഇവർക്ക് ഉറപ്പുണ്ട്. നമ്മളിപ്പോ പോകുമ്പോ നമുക്ക് അറിയും നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി ഉറങ്ങാൻ പറ്റും, അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും. നമുക്ക് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാൻ പോലും പറ്റില്ല, അങ്ങനെ വിചാരിച്ചോണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ഇവർക്ക് പ്രതീക്ഷ ഉണ്ട്, എന്തായാലും ഒരു സമയമാകുമ്പോ ഇന്ന സ്ഥലത്ത് ഇവരെത്തും, അപ്പൊ അവിടെ ഒരു വീട്ടിൽ കയറി ഇവർക്ക് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിച്ചിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം, അവരോട് തന്നെ സംസാരിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങാന്ന് ഇവർക്കറിയാം.
അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയോടെ ഇവരെന്ത് ചെയ്യാണ്, ആ ഒരു പ്രതീക്ഷയോടാണ് ഇവരെന്ത് ചെയ്യുന്നത്, പോകുന്നത്. അപ്പോ അവരവിടെ കിടന്നുറങ്ങുന്നു. വെളുക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് യാത്ര തുടങ്ങി. രാവിലെ ഇവർക്ക് എന്ത് ചെയ്യണം, ഒരുപാട് ദൂരം എത്താനുണ്ട്. അതുകൊണ്ട് ഇവര് നേരം വെളുക്കുന്നതിന് മുന്നേ രാവിലെ എണീച്ച് എന്ത് ചെയ്യുന്നു, യാത്ര തുടങ്ങുകയാണ് ചെയ്യുന്നത്. പൊതിച്ചോറിന്റെ പരിധിക്കും അങ്ങേപ്പുറമാണ് ഉദ്ദിഷ്ട സ്ഥലമെങ്കിൽ അരിയും സാമാനങ്ങളും കൊണ്ടുപോവുക എന്ന ഏർപ്പാടും ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ നമുക്ക് പോവാനുള്ള സ്ഥലം എന്ന് പറയുന്നത് ഒരു 19 മൈല് 50 മൈല് അപ്പുറത്താന്ന് വിചാരിക്കാം. ഒരുപാട് ദൂരമുണ്ട്. അപ്പോ ചിലപ്പോ ഒറ്റ രാത്രി കൊണ്ട് എത്താൻ പറ്റുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഒറ്റ രാത്രി ഒന്നും പോരാ, 1-2 ദിവസം എടുക്കുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അപ്പത്തേക്ക് പൊതിച്ചോറ് കേടായി പോലെ, നാശായി പോകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പൊതിച്ചോറ് മാത്രം എടുത്ത് യാത്ര ചെയ്യാൻ പറ്റൂല. അതേപോലെ എല്ലാ വീട്ടിലും ഇങ്ങനെ ഇപ്പൊ ഭക്ഷണം നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. ഇന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് വിശക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഭക്ഷണം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോ നമ്മൾ ഈ പോകുന്ന ആൾക്ക് എന്ത് ചെയ്യും, അരിയും പിന്നെ കറി വെക്കാനുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കൊടുത്ത് അതൊക്കെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുക, ഇവര് യാത്ര ചെയ്യിക്കുക. ഇതേപോലെ ഇവർ ഏതെങ്കിലും വീട്ടിൽ ചെന്ന് എത്തുന്നു. എന്നിട്ട് അവിടുന്ന് ഇവർക്ക് വേണ്ട ഭക്ഷണം ഇവര് പാകം ചെയ്ത് കഴിക്കുന്നു, അല്ല അവിടുന്ന് ഭക്ഷണം കൊടുത്തിട്ട് അത് കഴിക്കുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരുപാട് ദൂരം നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ അങ്ങനെയാണ് ഇവര് യാത്ര ചെയ്യുന്നത്. ഏതായാലും പൊതിച്ചോറ് ആരും ഒരിക്കലും ഉപേക്ഷിച്ചിരുന്നില്ല. പക്ഷെ ഇവര് എങ്ങനെയാണെങ്കിലും പൊതിച്ചോറ് ഉപേക്ഷിച്ചിരുന്നില്ല. കുറച്ച് സമയം ഇപ്പോ ഒരുപാട് ദൂരെ പോവുകയാണെങ്കിൽ രാത്രി ഇറങ്ങാൻ ഇവരെന്ത് ചെയ്യും, കുറച്ച് പൊതിച്ചോറും എടുക്കും, പിന്നെ ബാക്കി അരി സാമാനങ്ങളും എടുക്കും. എന്നിട്ട് ഈ അരി സാമാനങ്ങളും പിന്നെ പൊതിച്ചോറ് കഴിച്ചതിന് ശേഷം പിന്നെയും കുറെ ദൂരെ യാത്ര ചെയ്യുമ്പോൾ അത് വെച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള രുചി ഒന്ന് പ്രത്യേകമാണ്. അത് നമുക്കറിയാം. നമ്മളിപ്പോ പിന്നെ രാവിലെ പൊതിഞ്ഞു കെട്ടി ചോറ് കൊണ്ടുപോയാലും ഉച്ചയാകുമ്പോൾ അത് കഴിക്കാൻ ഭയങ്കര രസമായിരിക്കും. അത് സാധാരണ കറികൾ ഒന്നും ഇല്ലെങ്കിൽ തന്നെ ആ ഇലയുടെ ടേസ്റ്റും എല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യും, ഒരു പ്രത്യേകതരം ഒരു രുചി എന്ത് ചെയ്യും, അതിന് നൽകും. അപ്പൊ നമുക്കത് കഴിക്കാൻ നല്ല രസമായിരിക്കും. പൊതിച്ചോറുണ്ണാത്തവനും ചെങ്കണ്ണ് വരാത്തവനും ജീവിത സുഖം അനുഭവിച്ചിട്ടില്ലെന്നാണ് ഒരു പറച്ചില്. അതായത് ചെങ്കണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന് വരുന്ന രോഗമാണ്. കണ്ണാകെ ഒരു പഴുത്ത പോലെ ഭയങ്കര വൃത്തികേടാകുന്ന രോഗമാണ്. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു രോഗം വന്നിട്ടുണ്ടെങ്കിൽ. അപ്പൊ പക്ഷെ ആ രോഗം വന്ന് മാറിക്കഴിഞ്ഞാല് നമുക്ക് നല്ല സുഖമായിരിക്കും. അപ്പോ സുഖം എന്ന് പറയാൻ ആദ്യത്തെ ഉള്ളത് പോലെ തന്നെ ആവും, പക്ഷെ രോഗം മാറി കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖം കിട്ടുന്നത് പോലെ തോന്നും. ഇപ്പൊ പൊതിച്ചോറിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. പൊതിച്ചോറ് സാധാരണ കഴിക്കുന്ന അതേ കറിയും അതേ ചോറും ആണെങ്കിൽ കൂടെ ഇത് പൊതിയിലാക്കി നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിന് ഭയങ്കര രുചിയാണെന്നാണ് പറയുന്നത്. അപ്പോ ഇങ്ങനെ പൊതിച്ചോറ് കഴിക്കാത്ത ആൾക്കാര് ജീവിത സുഖം അനുഭവിച്ചിട്ടില്ല എന്നാണ് നമ്മുടെ സാഹിത്യകാരനോട് പറയുന്നത്. ഇങ്ങനെ ഒന്നും കരുതാതെ പോകുന്ന ഒരു കൂട്ടരുമുണ്ട്. അപ്പോ എല്ലാരും ഇപ്പൊ ഒരേപോലെ ആയിക്കൊള്ളുന്നില്ലല്ലോ. അപ്പൊ ചില ആൾക്കാർ എന്ത് ചെയ്യും, ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല, സ്വന്തമായിട്ട് കൊണ്ടുപോകണം, അങ്ങനത്തെ ആൾക്കാർ എന്ത് ചെയ്യും, പൊതിച്ചോറ് ഉണ്ടാക്കി കൊണ്ടുപോകും. അല്ലെങ്കിൽ പിന്നെ അരി സാമാനങ്ങൾ എടുത്ത് കൊണ്ടുപോകും. ഇങ്ങനെയൊന്നും അല്ലാത്ത ആൾക്കാരുണ്ട്. ഇങ്ങനെയൊന്നും അല്ലാത്ത ആൾക്കാർ എന്ന് പറയുമ്പോൾ ഇവര് ബാക്കിയുള്ള ആൾക്കാര് അവിടെ ചെന്ന എന്തായാലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ എത്തും, ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തിയാൽ എനിക്ക് എന്തായാലും അവിടുന്ന് ഭക്ഷണം കിട്ടും, ആ ഒരു ചിന്തയോടെ പോകുന്ന ആൾക്കാരും ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അന്യന്മാരുടെ ഔദാര്യത്തിൽ ദൃഢമായി വിശ്വസിച്ചുകൊണ്ടുള്ള പോക്കാണിത്. അതാണ് ഞാനിപ്പോ പറഞ്ഞത്. അന്യന്മാരുടെ ആരെങ്കിലും വീട്ടിൽ ഞാൻ എന്തായാലും എത്തും. അപ്പൊ ഇവരെന്തായാലും വിശക്കുന്നു വന്നാൽ ഭക്ഷണം തരാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇവരെനിക്ക് ഭക്ഷണം തരും. അപ്പൊ ഞാൻ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ധൈര്യത്തിൽ പോകുന്ന ആൾക്കാരും ഉണ്ട്. ഈ പോക്കിന് ഉത്തരം പറയേണ്ടത് ദൂരദിക്കുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട ഗൃഹസ്ഥരുടെ വസ്തുവകകളാണ്. അതായത് ഇങ്ങനെ പോകുമ്പോ നമ്മളിപ്പോ നമ്മുടെ വീട്ടില് കുറച്ച് ഭക്ഷണം വെച്ചിട്ടുള്ളൂ. അപ്പൊ പെട്ടെന്ന് ഒരാൾ കയറി വന്ന് അപ്പൊ അയാൾക്ക് നമ്മൾ കഴിക്കാണ് നമ്മുടെ ഭക്ഷണം കൊടുക്കൂലേ, അപ്പൊ അതേപോലെയാണ് ഇത്. അപ്പൊ പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെയല്ല, ഇവര് കൂടുതൽ ഭക്ഷണം വെക്കും. എന്തായാലും ആൾക്കാരെ പ്രതീക്ഷിച്ച് ഇവരെന്ത് ചെയ്യും, കൂടുതൽ ഭക്ഷണം വെക്കും. അപ്പോ ദൂരെയുള്ള ആൾക്കാർ, നമുക്കറിയാൻ പോലും ഇല്ലാത്ത ആൾക്കാരായിരിക്കുമല്ലോ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ ദൂരെയുള്ള ആൾക്കാരുടെ വീട്ടിലെ സാധനങ്ങളാണ് ഇങ്ങനത്തെ ആൾക്കാർക്ക് എന്ത് ചെയ്യാ, ആം, ഭക്ഷണം നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതിന് ഉത്തരം പറയേണ്ടത് ആരാണ്, ഈ ദൂരത്തേക്കുള്ള ആൾക്കാരുടെ വസ്തുവകളാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. വഴിക്കാർക്ക് ചോറ് കൊടുക്കുക കാലത്തെ ഗ്രഹ ഗൃഹകൃത്യങ്ങളിൽ വലിയ
പ്രൗഢിയായിട്ട് കാണുന്ന കുറെ കാര്യങ്ങളുണ്ട്. അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് അവർക്ക് വലിയ പ്രൗഢി നൽകുന്ന കാര്യങ്ങൾ. ഇപ്പൊ വലിയ ജന്മിയാണ്, അപ്പോ ഇയാളുടെ പ്രൗഢി കാണിക്കാൻ വേണ്ടി ഇയാൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് എന്ത്, വഴിയാത്രക്കാർക്ക് ചോറ് കൊടുക്കുക എന്നുള്ളത്. അപ്പോ ചെറിയ തറവാടാണെങ്കിലും വലിയ തറവാടാണെങ്കിലും ഒരുപാട് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കും. അപ്പൊ ആൾക്കാർ പറയും, അദ്ദേഹം വലിയ മനുഷ്യനാണ്, അദ്ദേഹം ഒരുപാട് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോ ഇവർക്കെന്ന് പറയുന്നത് പൈസ ഉള്ള ആൾക്കാർക്ക്, ഈ പണക്കാർക്ക് ഇത് എന്ന് പറയുന്നത് ഇവർ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പൊ നമ്മൾ ബാക്കിയുള്ള കാര്യത്തിന് പൈസ ഇറക്കുന്നത് പോലെ, പണം എടുക്കുന്നത് പോലെ ഇവര് ഇതും പിന്നെ എന്തായാലും നിർബന്ധമായിട്ട് നടക്കേണ്ട ഒരു കാര്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവരിതിനെ കാണുന്നത്. ഒരു വീട്ടിലുള്ളവർക്കെല്ലാം കൂടി അത്താഴത്തിന് 3 ഇടങ്ങഴി അരിയുടെ ചോറ് മതിയിരുന്നാലും അവിടെ 15 ഇടങ്ങഴി അരിയാണ് വെക്കുന്നത്. അപ്പോ ഒരു വീട്ടിൽ എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ, ഒരു 2-3 ആൾക്കാർ, അല്ലെങ്കിൽ പണ്ടത്തെ എന്ന് പറയുമ്പോൾ കൂടുതൽ കൂട്ടുകുടുംബമാണ്. അപ്പോ അതിനനുസരിച്ചുള്ള ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അപ്പോ അവർക്ക് കുറച്ച് ചോറേ ആവശ്യം ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവരെന്ത് ചെയ്യും, അതിന്റെ ഇരട്ടീന്റെ ഇരട്ടി ചോറ് എന്ത് ചെയ്യും, വെക്കും. കാരണം ഇവർക്കറിയാം അന്നത്തെ കാലത്ത് ഇങ്ങനെ വഴിയാത്രക്കാർ എന്തായാലും വരും, അപ്പൊ ഇവർക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പൊ നമ്മള് ഭക്ഷണം ഉണ്ടാക്കി വെച്ചില്ല, നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം ഇവർക്ക് കൊടുത്താൽ നമുക്കൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇവരെന്ത് ചെയ്യും, കൂടുതൽ ചോറും മുന്നേ അവിടെ വെച്ച് വെക്കും. കാരണം അവർക്ക് ഭക്ഷണം കൊടുക്കാമല്ലോ, അതൊരു പുണ്യകർമ്മമായിട്ടാണ് ഇവർ കാണുന്നത്. അതിൽ 12 ഇടങ്ങഴിയുടെ ചോറും വഴിയാത്രക്കാരാണ് തട്ടുന്നത്. അപ്പൊ അതന്നെ 3 ഇടങ്ങഴിയാണ് ആ വീട്ടുകാർക്ക് ആവശ്യമുള്ളൂ. അപ്പൊ അതില് ബാക്കിയുള്ള 12ഉം 6 തട്ടും വഴിയാത്രക്കാരാണ് കഴിക്കുക. അപ്പൊ ചിലപ്പോ അതും തികഞ്ഞെന്ന് വരില്ല. അപ്പൊ ഈ 3 ഇടങ്ങഴിയിൽ നിന്ന് കൂടുതൽ എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതിൽ നിന്നൊക്കെ കാണിക്കുന്നത് അന്നത്തെ കാലത്ത് ഒരുപാട് വഴിയാത്രക്കാരുണ്ടായിരുന്നു. അത് നമുക്ക് ഇന്നത്തെ കാലത്തും കാണാം. കാരണം നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങിയ ബസ് കയറുകയാണെങ്കിൽ ബസ്സിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ. അല്ലെങ്കിൽ നമ്മളിപ്പോ ട്രെയിനൊക്കെ ബുക്ക് ചെയ്യാൻ നോക്കാന്ന് വിചാരിച്ചു, അപ്പൊ തന്നെ നോക്കുക എത്രത്തോളം ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടൂല. അത് എല്ലാ കാര്യത്തിനും അങ്ങനെ തന്നെയാണ്. ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യും, എപ്പോ നമ്മൾ എവിടെ പോകുന്നതാണെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ടാവും. അത് കാൽനടയാണെങ്കിലും ബസ്സിലാണെങ്കിലും കാറിലാണെങ്കിലും എന്തിലാണെങ്കിലും ആൾക്കാർ എന്ത് ചെയ്യും, കൂടുതലായിട്ട് പോകുന്നുണ്ടാവും. അപ്പോ ഒരു വീട്ടില് ഇത്ര ഭക്ഷണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഭക്ഷണത്തിനുള്ള ആൾക്കാർ തന്നെ വരാന്നില്ല, ചിലപ്പോ കുറവായിരിക്കും. പക്ഷെ കൂടുതലായിട്ടും എന്താണ് വരിക, കൂടുതൽ ആൾക്കാർ വന്ന് വീട്ടുകാരുടെ ഭക്ഷണം കൂടി കഴിച്ചിട്ടാണ് പോവുക. ചിലപ്പോൾ 24 ഇടങ്ങഴിക്കുള്ള ആളുകൾ വന്നേക്കാളും മതി. അതാണ് പറഞ്ഞത്, ചിലപ്പോ കൂടുതൽ ആൾക്കാർ വരും. അപ്പൊ കൂടുതൽ ആൾക്കാർ വരുമ്പോ എന്താ ചെയ്യാ, പിന്നെ അരിയിട്ടും എന്നിട്ട് പിന്നെയും ചോറുണ്ടാക്കും, ഇവർക്ക് കൊടുക്കും. അടുക്കള മാത്രം ഭൂലോകമാക്കി കഴിയുന്ന അന്നത്തെ ഗൃഹനായികമാർ മിക്ക ദിവസങ്ങളിലും ഒഴിഞ്ഞ വയറുകളോടെയാണ് ഉറക്കത്തിലേക്ക് ചായുന്നത്. അപ്പോ ഇവിടെ പറയുന്നത് അടുക്കളയിൽ മാത്രമാണല്ലോ അന്നത്തെ കാലത്ത് സ്ത്രീകൾ എന്ന് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും അത്ര ഉന്നമനത്തിൽ നിൽക്കുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് തന്നെ ഇവർ കൂടുതലായിട്ടും അടുക്കളയിലാണ് കഴിഞ്ഞുകൂടുന്നത്. അപ്പൊ ഇവർക്ക് എന്ന് പറയുന്നത് അടുക്കളയിൽ കഴിഞ്ഞുകൂടുന്നതുകൊണ്ട് തന്നെ ഇവരാണ് ആ വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഇവരാണ് ആ വീട്ടിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവര് ഭക്ഷണം ഉണ്ടാക്കി ആൾക്കാർക്ക് വിളമ്പി കൊടുത്ത്, ആൾക്കാർക്ക് വിളമ്പുമ്പോ ഗൃഹസ്ഥനും ബാക്കിയുള്ള ആൾക്കാർക്ക് കഴിക്കും. പക്ഷെങ്കിൽ ഇവർക്ക് കഴിക്കാൻ എന്ത് ചെയ്യില്ല, സമയം കിട്ടില്ല. കാരണം ആൾക്കാർ വരുന്തോറും ഇവര് ചോറ് വിളമ്പണം, പോരാത്തന്നെ പിന്നെയും പിന്നെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കണം. അപ്പോ അവസാനമാകുമ്പോഴത്തേക്കും ഇവർക്ക് ചോറൊന്നും കിട്ടില്ല, ചോറ് മൊത്തം തീർന്നു പോയിട്ടുണ്ടാവും. അവസാനം ഒരാൾ വന്നാൽ കൂടെ എന്ത് ചെയ്യും, അയാൾക്കുള്ള ചോറിട്ട് കൊടുക്കും. ഇവര് കഴിച്ചില്ലെങ്കിലും മറ്റുള്ളവർ ഊട്ടിക്കണം, നമ്മൾ കഴിച്ചില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർ ഊട്ടിക്കണം എന്നാണല്ലോ. അപ്പൊ അങ്ങനെ ഭക്ഷണം കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യില്ല, വീട്ടിലെ സ്ത്രീകൾ ഭക്ഷണം കഴിക്കാണ്ട് വരെ ഉറങ്ങേണ്ടി വരും. അതാണ് ഇവിടെ പറയുന്നത്. അപ്രകാരം ചോറ് കൊടുക്കുക ഗൃഹസ്ഥർക്ക് ഒരു അന്തസ്സായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കഴിച്ചില്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് കൊടുത്ത് വഴിയാത്രക്കാർക്ക് കൊടുക്കുക എന്നുള്ളത് ആ നാട്ടിലെ ഒരു നാട്ടുകാരുടെ ഒരു പ്രൗഢിയുടെ പ്രതീകമാണ്. ധനവാന്മാർക്ക്, പണമുള്ള ആൾക്കാർക്ക് വലിയ പ്രൗഢിയായിട്ടാണ് കാണുന്നത്, ഒരു അന്തസ്സാണ്. പൈസ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇവർക്ക് കഴിക്കാൻ തന്നെ ഭക്ഷണം ഉണ്ടാവില്ല. പക്ഷെ പണക്കാർ എന്ന് പറയുമ്പോൾ ഇവർ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കും, അതെല്ലാവർക്കും കൊടുക്കും. അപ്പൊ അവിടെ കൂടുതൽ അന്തസ്സിന് പ്രാധാന്യം കൊടുക്കുന്നത് പണക്കാരാണല്ലോ. അപ്രകാരം ചോറ് കൊടുക്കുക ഗൃഹസ്ഥർക്ക് ഒരു അന്തസ്സായിരുന്നു. അവരുടെ പ്രസിദ്ധി ഇതിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് പ്രചരിച്ചും വന്നു. അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാള് ദൂരേക്ക് പോവാണ്, ഒരാള് വഴിയാത്രക്ക് പോവാണ്. അപ്പോ അയാൾ പോയി തിരിച്ചു വന്ന ശേഷം നമ്മൾ അങ്ങോട്ടേക്ക് പോകണം, അയാൾ പറയും
ഇന്ന സ്ഥലത്തൊരു വീടുണ്ട്, ആ വീട്ടിൽ ഒരുപാട് ഭക്ഷണം ഉണ്ടാവും, നല്ല നല്ല ഭക്ഷണം കിട്ടും, അവിടെ കയറി കഴിച്ചോ എന്ന് പറയും. അപ്പോ നമ്മൾ അങ്ങനെ പോയി അവിടെ കഴിച്ച് നമ്മൾ വന്നിട്ട് പിന്നെ അടുത്ത ആള് പോകുമ്പോൾ പറയില്ലേ. അപ്പോ ഇതാണ് ഇവർക്ക് പ്രസിദ്ധി കൂടിക്കൊണ്ടിരിക്കും. അതായത് നല്ല ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യും, അത് പ്രചരിപ്പിക്കില്ലേ, ആ വീട്ടിൽ നല്ല ഭക്ഷണമാണ് കിട്ടുന്നത്, അപ്പൊ അവിടുത്തെ കൂടുതൽ ആൾക്കാർ വരും. ഇത് എന്ന് പറയുന്നത് ഇവർക്ക് പണച്ചെലവാണെങ്കിൽ കൂടെ ഇവർക്ക് വലിയ അന്തസ്സുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തില് ആൾക്കാർ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്യും, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നിൽക്കും. അപ്പോ ഈ ചില വീടുകളിൽ കുറച്ച് ഭക്ഷണം ഉണ്ടാവും, ചില വീടുകളിൽ കൂടുതൽ ഭക്ഷണം ഉണ്ടാവും. അപ്പൊ ആൾക്കാരെന്താ പറയാ, ആ കൂടുതലുള്ള സ്ഥലത്തേക്ക് പോയിക്കോ, അവിടെ ഉണ്ടാവും. അപ്പൊ അതാ പറഞ്ഞത്, കൂടുതൽ വല്ലാണ്ട് ചെലവാക്കുന്ന ആൾക്കാരെയാണ് എന്ത് ചെയ്യുക, ആൾക്കാർ ഇങ്ങനെ പറയാം. അപ്പൊ അവരുടെ പ്രസിദ്ധിയാണ് എന്ത് ചെയ്യുക, കൂടി കൂടി വരുന്നത്. പ്രസിദ്ധി കൂടുന്തോറും ഗ്രഹസ്ഥന്റെ കടവും വർദ്ധിച്ചു വരുവാൻ നിശ്ചയമാണ്. എത്ര പണക്കാരാണെങ്കിലും ഒരു സമയത്ത് ശരിക്കും ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കണം എന്നാണ്. അപ്പോ ഇങ്ങനെ പ്രസിദ്ധി കൂടി വന്ന് അവസാനമാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഇവര് നമ്മൾ കഴിച്ചില്ലെങ്കിൽ കൂടെ ബാക്കിയുള്ള ആൾക്കാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി അത് വെച്ച് ഇവർ ഭക്ഷണം കൊടുത്ത് അങ്ങനെ ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്ത് ഇവർക്ക് പ്രസിദ്ധിയായിരിക്കും അപ്പം കൂടുതലായിട്ട് ആവശ്യം വരാം. അപ്പൊ അങ്ങനെ കൊടുത്ത് എന്ത് ചെയ്യും, നമ്മൾ പണ്ടത്തെ കാലത്ത് ആൾക്കാർ ഇത് കണ്ടില്ലേ, ഇവർ ജീവിക്കാൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങളൊക്കെ വിറ്റ് ഉണ്ടായിരുന്നതൊക്കെ വിറ്റ് മുടിച്ചു എന്നൊക്കെ പറയുന്നു. അതേപോലെ ഇവര് അന്തസ്സിന് വേണ്ടി സ്വത്തുക്കളൊക്കെ വിറ്റ് 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 അവസാനം ഇവരുടെ അടുത്ത് ഒന്നും ഉണ്ടാവില്ല, എല്ലാം നശിച്ചു പോകും. ലാസ്റ്റ് പിന്നെ അയാൾ എന്ത് ചെയ്യും, ഈ ഗൃഹസ്ഥൻ ലാസ്റ്റ് മരിച്ചു പോകും. പിന്നെ പിന്തുടർച്ചക്കാർ തെരുവിലേക്കും ഒരുമിച്ച് യാത്രയാവുകയും അസാധാരണമായിരുന്നില്ല. അതായത് ഇപ്പോ നമ്മുടെ അപ്പൂപ്പൻ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പൂപ്പൻ എല്ലാം നശിപ്പിച്ചു, നമുക്കൊന്നും ഉണ്ടാവില്ല, അപ്പൊ നമ്മൾ തെരുവിൽ ജീവിക്കേണ്ടി വരില്ലേ. അതേപോലെ ഈ ഗൃഹസ്ഥന് ആയ കാലത്ത് ഒരു അന്തസ്സായിരിക്കും. അങ്ങനെ അയാളെല്ലാം നശിപ്പിച്ചെന്നല്ല, എല്ലാം തീർന്ന് അവസാനം അയാളെ മരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ, അയാളെ ബാക്കിയുള്ള തലമുറക്ക് എന്ത് ചെയ്യും, ഒന്നും ഉണ്ടാവില്ല എന്നാണ് അർത്ഥം. ഈ മാതിരി വഴിയാത്രകളും പല ബന്ധങ്ങൾക്കും കാരണമായി തീർന്നിട്ടുണ്ട്. ചില ഗ്രഹങ്ങളിലെ ഔദാര്യവും പ്രതാപവും മറ്റും തുല്യസ്ഥാനികരായ യാത്രക്കാരെ ആ ഗ്രഹങ്ങളുമായുള്ള ദാമ്പത്യ ബന്ധത്തിന് പ്രേരിപ്പിക്കുകയും ഉണ്ടാവുകയും വിവാഹങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ഇവര് വഴിയാത്ര പോവുക, ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക എന്നുള്ളതിന്റെ അപ്പുറം ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരാളിപ്പോ നമ്മൾ തൊട്ടിപ്പുറത്ത് ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ സംസാരിച്ചിരുന്നില്ല, നമുക്ക് ഫോൺ ഉണ്ടാവും, നമ്മൾ ഫോണിൽ നോക്കും, നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യും. ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന ഇന്ററാക്ട് ചെയ്യുന്ന ഭയങ്കര കുറവാണ് ഇന്നത്തെ കാലത്ത്. ചുരുക്കം ചില ആൾക്കാരെ ഒരുപാട് ആൾക്കാരായിട്ട് സംസാരിക്കുള്ളൂ, പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുള്ളൂ, അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. പക്ഷെ അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ആൾക്കാരായിട്ടുള്ള സംസാരം ഭയങ്കര കൂടുതലാണ്. അപ്പോ ഇവരൊരു വീട്ടിൽ ചെന്ന് അവിടുന്ന് ഭക്ഷണം കഴിച്ച് എന്നിട്ട് അവിടെ തന്നെ ഉറങ്ങാന്നുള്ളതിനപ്പുറത്തേക്ക് ഇവരെന്ത് ചെയ്യും, അവിടെ നന്നായിട്ട് സംസാരിക്കും, ഇവരോട് നന്നായിട്ട് സംസാരിച്ച് അങ്ങനെ പല ആൾക്കാരായിട്ട് സംസാരിച്ച് അവിടെ വരുന്ന ബാക്കിയുള്ള വഴിയാത്രക്കാരായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആ വീട്ടിലെ ആൾക്കാരായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പല ആൾക്കാരായിട്ട് എന്ത് ചെയ്യും, സംസാരിച്ച് പുതിയ പുതിയ ബന്ധങ്ങൾ എന്ത് ചെയ്യും, ഇവരുണ്ടാക്കിയെടുക്കും. അങ്ങനെ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതില് പണ്ടത്തെ കാലത്ത് നമുക്കറിയാം, നമ്മുടെ കേരളത്തില് ഒരുപാട് ജാതികളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ചിലപ്പോ സ്വന്തം ജാതി എന്നല്ലേ പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ കല്യാണം കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും, അവിടുന്ന് ഇപ്പൊ നമുക്ക് പറ്റിയപ്പോ പിന്നെ ഞാനിപ്പോ ഭയങ്കര ധനികയാണ്, അപ്പൊ ഞാൻ അതേപോലെ തന്നെ ഒരു ധനികനെയാണ് എൻ്റെ ഒരു കുടുംബത്തിലേക്ക്, പിന്നെ ഒരു ധനിക കുടുംബത്തിൽ നിന്നാണ് ഒരാളെ ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കുടുംബത്തിലുള്ള ഒരാളെ ഞാൻ കണ്ടുമുട്ടുവാണെങ്കിൽ ഞാൻ ഇയാളായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കില്ലേ. അപ്പൊ അതേപോലെ നമ്മുടെ കുടുംബത്തിന് യോജിയായിട്ടുള്ള, അത് ഇപ്പത്തെ കാലത്ത് അങ്ങനെയില്ല, പക്ഷെ അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ കുടുംബ മഹിമ അതൊക്കെ നോക്കുമല്ലോ. അപ്പൊ ഇതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും, കല്യാണം ആലോചിച്ച് ചിലപ്പോ അങ്ങനെ പല കല്യാണങ്ങളും അങ്ങനെ നടന്നിട്ടുണ്ട്. അങ്ങനെ പല ഇത് നടന്നിട്ടുണ്ട്. പുതിയ ബന്ധങ്ങൾ അതിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ പുതിയ ആൾക്കാരെ കണ്ടുപിടിക്കും, പുതിയ ആൾക്കാരെ കണ്ടുമുട്ടും, എന്നിട്ട് അവരായിട്ട് ബന്ധം സ്ഥാപിക്കും. അങ്ങനെ ചില ബന്ധങ്ങൾ എന്ത് ചെയ്യും, ഇതേപോലെ ഒരുപാട് കാലം നീണ്ടുപോകുന്ന രീതിക്കേക്ക് വളരുന്നു. ഏതായാലും വീട്ടിൽ നിന്ന് തിരിക്കുമ്പോൾ തന്നെ ഒരാൾ ഇന്ന് അത്താഴം ഇന്ന് വീട്ടിൽ, നാളെ കാലത്തെ കഞ്ഞി ഇന്ന് വീട്ടിൽ എന്നിങ്ങനെ തീർച്ചപ്പെടുത്താൻ പതിവാണ്. അതായത് പിന്നെ
ഒരാള് സ്ഥിരമായിട്ട് വഴിയാത്ര പോകുന്ന ഒരാളാണെങ്കിൽ അയാൾ വീട്ടിൽ നിന്ന് തിരിക്കുമ്പോൾ ഒരേ വഴിയിലൂടെ സ്ഥിരമായിട്ട് ഒരേ പട്ടണത്തിലേക്ക് തന്നെ ഇയാൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ പോകുന്ന ആളാണ്. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും? പോകുന്നതിന്റെ മുന്നേ ഇങ്ങനെ വിചാരിക്കും, ആ ഇന്ന് അത്താഴം ഇന്ന് വീട്ടിൽ നിന്ന് കഴിക്കണം. അയാൾക്ക് അറിയാം ആ വീട്ടിൽ എന്തൊക്കെ ഉണ്ടാവും, ആ വീട്ടിലെ ഭക്ഷണം ഉണ്ടാവോ ഇല്ലേ, കിടക്കാൻ സൗകര്യം ഉണ്ടാവും ഇല്ല, അയാൾക്ക് എല്ലാം അറിയായിരിക്കും. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും? അത് വിചാരിച്ച് ആ ഇന്ന് അത്താഴം ഇന്ന് വീട്ടിൽ നിന്ന് കഴിക്കാം, എന്നിട്ട് രാവിലെ അവിടുന്ന് നീച്ച് പോരാം, എന്നിട്ട് പ്രഭാതഭക്ഷണം പ്രാതൽ എന്ത് ചെയ്യാം, വേറെ സ്ഥലത്തുനിന്ന് കഴിക്കാം. അങ്ങനെ അയാൾ ഇങ്ങനെ ഓരോന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ടായിരിക്കും ഇയാൾ പോവാം. ഇപ്പൊ പുതിയതായിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? പുതിയ പുതിയ സ്ഥലങ്ങളിൽ കണ്ടുപിടിച്ച് പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ കയറേണ്ടി വരും. പക്ഷെങ്കിൽ സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. നമ്മളിപ്പോ പോകുമ്പോൾ നമ്മളിപ്പോ ഒരുപാട് ഒരേ സ്ഥലത്ത് കൂടെ തന്നെ ഒരുപാട് കാലം ഇങ്ങനെ പോയ ആൾക്കാരാണ്, നമുക്കറിയാം ഇന്ന കടകൾ ഉണ്ടാവും, ഇന്ന കടകളിൽ അത് കിട്ടും, അപ്പൊ അത് നല്ല ഭക്ഷണമാണ്, അത് കഴിക്കാം, അത് നല്ല രുചി ഉണ്ടാവും, നമുക്ക് അങ്ങനെ അറിയാലോ. അപ്പോ അതേപോലെ തന്നെയാണ് ഇതിലും. എന്ത് ചെയ്യാം? പിന്നെ ഇവർക്കറിയാം നല്ല ഭക്ഷണം ഉണ്ടാവും, ആ വീട്ടിൽ തന്നെ കയറാം, ആ വീട്ടിൽ തന്നെ കയറിയിട്ട് ഭക്ഷണം കഴിക്കാം, അവിടെ കിടക്കാം. അപ്പൊ ഇതൊക്കെ ചിലപ്പോൾ ആ വീട്ടുകാരനായിട്ട് നല്ല പരിചയം ഉണ്ടാവും. അപ്പോൾ നല്ല നല്ല ബന്ധങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ആ വീട്ടുകാരെ കാണാൻ സംസാരിക്കും. ആ ഒരു രീതിക്ക് ഇവരെല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുക, പോവാന്നാണ് പറയുന്നത്. അങ്ങനെ കഴിഞ്ഞ വഴിയാത്ര ഇപ്പോൾ എത്ര ഭേദപ്പെട്ടിരിക്കുന്നു. അന്നത്തെ വഴിയാത്രയ്ക്ക് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു വരുന്ന മറ്റൊരു ഗുണം, അത് ഒരാളുടെ ലോക പരിചയം വളരെ വർദ്ധിപ്പിക്കുന്നതിന് ഉതകിയിരുന്നു എന്നുള്ളതാണ്. അതായത് പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ വഴിയാത്രകൾ ഉണ്ടായിരുന്നത്. പിന്നെ പിന്നെ കാലം മാറി, നമുക്ക് ഇത് വന്നു, കാളവണ്ടികൾ വന്നു, കുതിരവണ്ടികൾ വന്നു, അങ്ങനെ പല റിക്ഷകൾ വന്നു. അങ്ങനെ ഇങ്ങനെ മാറി മാറി പിന്നെ കാറ് വന്നു, ബസ് വന്നു, ട്രെയിൻ വന്നു, അങ്ങനെ ഇപ്പൊ വിമാനം വരെ വന്നു. നമുക്ക് എന്താ ബഹിരാകാശത്തേക്ക് പോകാനുള്ള വാഹനങ്ങൾ പോലും വന്നു. അപ്പൊ അങ്ങനെ കഴിഞ്ഞ വഴിയാത്രയാണ്. ഇപ്പൊ ഞാനിപ്പോ കാറിലാണ് പോകുന്നതെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു വീട്ടിൽ കയറി കഴിക്കേണ്ട ആവശ്യം വരുമോ? ഒരു 15 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോവാണെങ്കിൽ വേണ്ട, എനിക്ക് കാർ ഓടിച്ചിട്ട് ചെയ്യാം, സുഖമായിട്ട് പോവാം. ഇപ്പൊ ബസ്സിലാണെങ്കിൽ കൂടെ അത് നടക്കും. അപ്പൊ അങ്ങനെ ഉണ്ടായിക്കൂടുന്ന വഴിയാത്രയാണ്. അങ്ങനെ വാഹനങ്ങളുടെ കണ്ടുപിടുത്തം ഒക്കെ സംഭവിച്ച് ഓരോ സ്ഥലവും പുരോഗമിക്കുന്നതിലൂടെ എന്ത് ചെയ്തു? ഈ വഴിയാത്ര ഇങ്ങനെ മാറിക്കൊണ്ട് വന്നു. ആൾക്കാർ ഇങ്ങനെ കുറഞ്ഞ് അവസാനം ഇപ്പൊ ആരെങ്കിലും അങ്ങനെ പോകുന്നുണ്ടോ? ഇല്ല, ആൾക്കാർ അങ്ങനെ പോകുന്നില്ല. പോകുന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യും? താമസിക്കാനായിട്ട് എന്ത് ചെയ്യും? ഇപ്പോ പല ഹോം സ്റ്റേകളും ലോഡ്ജുകളും പല റൂമുകളും എല്ലാം നമുക്ക് കിട്ടും. അപ്പൊ അത്രയും മാറിക്കൊണ്ടിരുന്നു, അത്രയും മാറിയിരിക്കുന്നു വഴിയാത്ര എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പിന്നെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ലോകപരിചയം വർദ്ധിപ്പിക്കാൻ. അതായത് ഞാനിപ്പോ ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരാളായിട്ട് സംസാരിക്കാണ്, അയാൾക്ക് ചിലപ്പോ എന്നെക്കാട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയായിരിക്കും. അപ്പൊ ഞാൻ അയാളായിട്ട് കുറെ നേരം സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യും? എനിക്ക് അയാളുടെ അടുത്ത് നല്ല അറിവ് ഇങ്ങോട്ടേക്ക് കിട്ടും. അത് നമ്മളിപ്പോ ഏതൊരാളായിട്ട് സംസാരിക്കുന്നതാണെങ്കിലും അയാൾക്ക് എന്തൊക്കെ അറിവുണ്ടോ അത് സാധാരണ രീതിക്കുള്ള സംസാരത്തിൽ കൂടെ ആണെങ്കിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യും? ആ അറിവുകൾ മൊത്തം കിട്ടും. അപ്പോ ഒരു വഴിയാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു 1.5 ദിവസത്തെ യാത്രയൊക്കെ ഉണ്ടെങ്കിൽ എത്ര ആൾക്കാരെ കണ്ടുമുട്ടും? ചിലപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് ആൾക്കാരെ കാണും. നമ്മളെപ്പോലെ തന്നെ വഴിയാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ? അപ്പൊ ഇവരെയും കാണും. അത് എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാരുണ്ടാവും, എല്ലാ മതത്തിലും എല്ലാ പ്രായത്തിലും എല്ലാത്തിലും പെട്ട ആൾക്കാരുണ്ടാവും. അപ്പൊ എല്ലാരെയും നമ്മൾ കാണും, എന്നിട്ട് നമ്മൾ എല്ലാവരോടും സംസാരിക്കും. അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് അന്നത്തെ കാലത്ത് നമുക്ക് ഇതേപോലെ വാർത്തകളൊന്നും അറിയാൻ പറ്റില്ലല്ലോ. അപ്പോ ദൂരെ എന്തെങ്കിലും ഒരു അപകടമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയില്ലല്ലോ. അപ്പോ ആ ആ സ്ഥലത്ത് നിന്ന് വരുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് അതിനെപ്പറ്റി നമ്മളോട് പറഞ്ഞുതരാൻ പറ്റും. അങ്ങനെ അങ്ങനെ എല്ലാത്തിനും പറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അറിവ് കിട്ടും ഇങ്ങനെ വഴിയാത്ര ചെയ്യുന്ന സമയത്ത്. അത് കള്ളവുമല്ല, അത് നമുക്കറിയാം കള്ളമല്ല. നമ്മളിപ്പോ യാത്ര ചെയ്യുന്നതാണെങ്കിൽ കൂടെ നമ്മൾ അറിയാത്ത ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ അയാളുടെ അടുത്തുള്ള അറിവ് മൊത്തം സാധാരണ ചെറിയ രീതിക്കുള്ള സംസാരമാണെങ്കിൽ കൂടെ നമ്മളിലേക്ക് എന്ത് ചെയ്യും? അത് പകർന്നു കിട്ടും. അത് ആളുകളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് സാധാരണയായിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പൊ വഴിയാത്ര എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരായിട്ട് നമ്മൾ സംസാരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഈ കിട്ടുന്ന അറിവിന്റെ അളവ് ഭയങ്കര കൂടുതലായിരിക്കും. കൊല്ലം വലിയ പാലക്കടവിൽ നിന്ന് ഒരു തപാൽ വള്ളം തിരുവനന്തപുരത്തേക്ക് തിരിക്കുകയാണ്. അതിൽ ആ കൊല്ലത്തുള്ള വലിയ പാലക്കടവിൽ നിന്ന് കൊല്ലം പിന്നെ കഴിഞ്ഞിട്ട്
പിന്നെ ഒരു വള്ളം എന്ത് ചെയ്യാണ് കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് പോവാണ്. വള്ളം എന്ന് പറയുന്നത് നമ്മൾ ഒരു കായലോ നദിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോ ദ്വീപൊക്കെ പോലുള്ള സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവർക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യും, വള്ളങ്ങളോ ഇപ്പൊ നമ്മൾ ബോട്ടും കപ്പലൊക്കെ ഉപയോഗിക്കുന്നില്ലേ. അപ്പോ അങ്ങനത്തെ ഒക്കെ ഇതാണ് ഇവർക്ക് ആവശ്യമുള്ളത്. അപ്പോ ഇവിടുന്ന് കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് എന്ത് ചെയ്യാണ്, ഒരു തപാൽ വള്ളം യാത്ര തിരിക്കണം. ഒരു വള്ളം ഇങ്ങനെ യാത്ര തിരിക്കാണ്. അതിൽ അംബാസമുദ്രക്കാരൻ ഒരു ചെട്ടിയാർ, പറവൂർക്കാരൻ ഒരു ഹൈക്കോടതി കക്ഷി, പത്തനാപുരത്തുകാരൻ ഒരു മൈദീൻ പിച്ച മുതലാളി, ചവറക്കാരൻ ഒരു ഗൃഹസ്ഥൻ, പെരിങ്ങനാട്ടുകാരൻ ഒരു നമ്പ്യാതി, തുമ്പമൺകാരൻ ഒരു വാദ്യാർ, പ്രാക്കുളത്തുകാരൻ ഒരു രോഗി, മാവേലിക്കരക്കാരൻ ഒരു മന്ത്രവാദി ജ്യോത്സ്യൻ എന്നിങ്ങനെയാണ് യാത്രക്കാർ. ഇതിലുള്ള എല്ലാ ആൾക്കാരും എന്ന് പറയുന്നത് ചെയ്യുന്ന ജോലി എന്താണ്, വ്യത്യസ്തമാണ്. ഇപ്പോ ഒരാൾ ഒരു ചെട്ടിയാറാണ്, അടുത്തത് ഒരു ഹൈക്കോടതി കക്ഷിയാണ്, പിന്നെ അടുത്ത ആളൊരു മുതലാളിയാണ്, പിന്നെ ഗൃഹസ്ഥനുണ്ട്, പിന്നെ നമ്പ്യാതി ഉണ്ട്, വാദ്യാറുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ജോലിയുള്ള ആൾക്കാരും പലതരം അവസ്ഥയിലുള്ള ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ യാത്ര ഇരിക്കുന്നത്. ആദ്യം ആരും പരസ്പരം അറിയാതെ ഒരു നാഴിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു. ആദ്യത്തെ ഒരു മണിക്കൂറൊക്കെ ഇങ്ങനെ സ്വന്തം സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അത് കഴിയുമ്പോൾ അപ്പോഴേക്കും പറവൂർക്കാരൻ ചവറയോട് ചോദിക്കണം. അപ്പത്തേക്ക് ഒരാൾ മറ്റൊരാളോട് സംസാരിക്കാൻ തുടങ്ങി. ചേട്ടാ ചുണ്ണാമ്പുണ്ടോ, ചേട്ടാ ചുണ്ണാമ്പുണ്ടോ. ഇപ്പൊ നമ്മുടെ അടുത്തില്ലാത്ത നമ്മൾ ചോദിക്കില്ലേ. ഇപ്പത്തെ കാലത്ത് നമുക്ക് അതിനൊക്കെ ഭയങ്കര മടിയാണ് അങ്ങനെ ചോദിക്കാൻ. പക്ഷെ അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ഇതൊക്കെ സർവ്വസാധാരണമാണ്. അതിനെ തുടർന്ന് സംഭാഷണമായി. അപ്പോ ഒരാളങ്ങനെ ചോദിക്കുമ്പോൾ അയാൾ ഇല്ലാന്ന് പറയുന്നുണ്ട്. സ്ഥലം എവിടെയാ, സ്ഥലം പറയും, എന്തിനാ പോകുന്നത് പറയും. അങ്ങനെ അത് അവര് സംസാരിക്കുന്ന അടുത്ത ആൾക്കാർക്ക് സംസാരിക്കാൻ തോന്നും. അങ്ങനെ അടുത്ത ആൾക്കാർ സംസാരിക്കും. അങ്ങനെ എന്ത് ചെയ്യും, ഓരോ പ്രാക്കുളം പെരിങ്ങനാടിനോട് അടുത്ത ആള് വേറെ ആളോട് ചോദിക്കാണ്, തിരുമേനി ഒന്ന് മാറിയിരിക്കണേ. അപ്പോ ഇയാൾക്ക് എന്ത് ചെയ്യണം, കുറച്ച് നീങ്ങിയിരിക്കണമായിരിക്കും. അപ്പൊ നീങ്ങണം നമ്മളിങ്ങനെ പറയില്ല, കുറച്ചും ഇങ്ങോട്ട് നീങ്ങിയിരിക്കുക. അതായത് തിരുമേനിയാണ്. അപ്പൊ നമ്പ്യാതി എന്ന് പറഞ്ഞില്ല, അപ്പൊ ഇവരോടൊന്ന് മാറിയിരിക്കാൻ പറയാം. അതിനെ തുടർന്ന് സംഭാഷണം. മാറിയെന്ന് ചോദിക്കും. ഇതേപോലെ തന്നെ പേരെന്താണ്, എവിടെയാണ്, എന്തിനാണ് പോകുന്നത് ചോദിക്കുമല്ലോ. തുമ്പമൺ മാവേലിക്കരയോട് പറയുകയാണ്, ഉഷ്ണം അസഹ്യം, എന്താണാവോ ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ ഭയങ്കര ചൂട്, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിങ്ങനെ അടുത്താളെ നോക്കൂലേ, അടുത്താളോട് ഇങ്ങനെ സംസാരിക്കില്ലേ. അപ്പോ ഇതൊക്കെ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സംസാരങ്ങളാണ്. ഇതൊക്കെ നമ്മൾ സംഭാഷണം തുടങ്ങാൻ വേണ്ടിയിട്ടല്ലെങ്കിലും ചിലപ്പോൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വന്നു പോകും. അത് അടുത്താൾ കേൾക്കും, അടുത്താൾ അതിനെപ്പറ്റി പറയും. അങ്ങനെയാണല്ലോ ഒരു സംഭാഷണം ഉടലെടുക്കുന്നത്. നേരം സന്ധ്യ ആകുമ്പോഴേക്ക് അംബാസമുദ്രം ചെട്ടിയാരും മാവേലിക്കര ജ്യോത്സ്യനും കൂടി നവദമ്പതിമാരെ പോലെ അടുത്തടുത്ത് കിടക്കുന്നത് കാണാം. അപ്പത്തേക്ക് സന്ധ്യ ആകുമ്പോഴത്തേക്ക് ഇവർ രാവിലെ യാത്ര തുടങ്ങിയതാണ്. അപ്പൊ രാവിലെ തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു മണിക്കൂർ ഇവരാരും പരസ്പരം മിണ്ടും ചെയ്യാണ്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നു. പിന്നെ ഓരോരുത്തരായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിച്ച് അവസാനം സന്ധ്യ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, സന്ധ്യ ആകുമ്പോൾ നമുക്ക് ഉറക്കം വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇവർ അടുത്തടുത്ത് കിടക്കാനും അത്രത്തോളം ഇവരെ ബന്ധം വളർന്നെന്നാണ് പറയുന്നത്. അത്രയും എന്ത് ചെയ്യും, സംസാരിച്ച് എല്ലാവരും ഇവരുടെ അവസ്ഥകളെ പറ്റിയിട്ടും പല ലോകകാര്യങ്ങളെ പറ്റിയിട്ട് എന്ത് ചെയ്യും, ഇവര് സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് ഒരു ബന്ധമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു പരിചയമില്ലാത്ത ഒരാളടുത്ത് കിടക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ പരിചയമുള്ള ആൾക്കാരാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ ഇവരെന്ത് ചെയ്യും, അത്രത്തോളം പരിചയമായി കഴിഞ്ഞാണ് ഇവിടെ പറയുന്നത്. പെരിങ്ങനാട്ട് നമ്പ്യാതിയുടെ പൂണൂൽ പത്തനാപുരം മൈദീൻ പിച്ചയുടെ നീണ്ട താടിയിൽ കുരുങ്ങിക്കിടക്കുന്നത് കാണാം. ഇതും അതേപോലെ തന്നെയാണ്. നമ്പ്യാതിയുടെ പൂണൂൽ എന്ത് ചെയ്യും, മൈദീൻ പിച്ച മുതലാളിന്റെ വലിയ താടിയിൽ കുരുങ്ങി കിടക്കുന്നുണ്ടാവും. അറിയാത്ത ഒരാളാണെങ്കിൽ അങ്ങനെ താടിയും കുരുങ്ങി കിടന്നാൽ അയാൾക്ക് ദേഷ്യം പിടിക്കില്ലേ. പക്ഷെ അറിയുന്ന ആളാകുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് ഇവര് ആ ഒറ്റ രാവിലെ തൊട്ട് സന്ധ്യ വരെയുള്ള സമയം കൊണ്ടാണ് ഇവരെന്ത് ഇത്രയും പരിചയം കഴിഞ്ഞത്. പറവൂർക്കാരന്റെ കേസുകെട്ടിലെ പത്രികയിൽ പ്രാക്കുളം രോഗി ലേഹ്യം പൊതിഞ്ഞിരിക്കുന്നതായി കാണാം. അതേപോലെ തന്നെയാണ്. പിന്നെ ആ പറവൂർക്കാരന്റെ പിന്നെ അയാള് കോടതിയിലെ കക്ഷിയാന്ന് പറഞ്ഞു. അപ്പോ അയാളുടെ പത്രികയില് ഈ രോഗി നിൽക്കുന്നുണ്ടാവും, ഇയാളെ മരുന്ന് പൊതിഞ്ഞിട്ടുണ്ടാവും. അവർ അങ്ങനെ കഴിയുന്നു, ഒരു കുടുംബത്തിലെ അംഗങ്ങളായി കഴിയുന്നു. അതായത് ഒരു യാത്ര തുടങ്ങി ആ യാത്രയുടെ അവസാനം ആകുമ്പോഴത്തേക്ക് ഓരോ അംഗങ്ങളും, ആ യാത്ര ഉണ്ടായിരുന്ന ഓരോ ആൾക്കാരും
തമ്മിലൊരു ബന്ധം ഉണ്ടായി എന്നാണ് പറയുന്നത്. അതിപ്പോ നമ്മള് ഒറ്റക്കൊറ്റക്ക് എവിടെയെങ്കിലും പോവാണ്, ഒറ്റക്കൊറ്റക്ക് ഇപ്പൊ അങ്ങനത്തെ കുറെ ഇതില്ലേ, ഒറ്റക്കൊറ്റക്ക് ആൾക്കാർ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോവാ. അപ്പൊ പിന്നെ അതേപോലെ ഒറ്റക്ക് വരുന്ന ആൾക്കാരായിട്ട് കൂട്ടത്തിൽ കൂടാ, എന്നിട്ട് ഇവരിങ്ങനെ പോവാ. അവസാനം വരുമ്പോഴത്തേക്ക് ഇത്രയും കാലം ഇല്ലാത്ത ആൾക്കാർ, ഇത്രയും കാലം ഉള്ള ബന്ധത്തിനെക്കാട്ടും കൂടുതൽ ഈ പോയ ആൾക്കാർ ബന്ധമായിട്ടുണ്ടാവും. അപ്പൊ അതേപോലെ തന്നെയാണ് ഇത്. അംബാസമുദ്രം തോട്ടിന്റെ വിലകൾ ചവറക്കാരൻ ഗൃഹസ്ഥൻ പഠിക്കുന്നു. തിരുവനന്തപുരത്തെ വക്കീലന്മാരുടെ സാമർത്ഥ്യങ്ങൾ തുമ്പമൺകാരൻ വാദ്യാർ ധരിക്കുന്നു. ശ്രീകൃഷ്ണ ചരിതം മണിപ്രവാളത്തിലെ ധനിക്ക് ശത്രുക്കൾ അസംഖ്യമുണ്ടാവാം എന്നതിൽ ധനി എന്നുള്ളത് തനിക്ക് ശത്രുക്കൾ എന്ന് വായിച്ചുകൂടെന്നും ധനി എന്നാൽ ധനവാനാണെന്നാണ് അർത്ഥമെന്നും വാദ്യാർ മൈദീൻ പിച്ച മുതലാളിയെ വീരോടെ പറഞ്ഞു പഠിപ്പിക്കുന്നു. അപ്പോ ഇവരെന്ത് ചെയ്യും? ഇതാണ് എന്ത് പറഞ്ഞത്, നമ്മളുടെ അറിവുകൾ പരസ്പരം കൈമാറുന്നു. അപ്പോ പിന്നെ അംബാസമുദ്രത്തിന്റെ തോട്ടിന്റെ വിലകൾ എന്ത് ചെയ്യുന്നതാണ് ആ ഗൃഹസ്ഥൻ പഠിക്കാൻ ചെയ്യുന്നത്. അതായത് ഇയാളിങ്ങനെ ഇപ്പൊ നമ്മളിങ്ങനെ പോവാണ്, അപ്പൊ ഞാനൊരു കച്ചവടക്കാരനാണെങ്കിൽ എന്ത് ചെയ്യും, ഞാനിങ്ങനെ എന്റെ കച്ചവടത്തിനെ പറ്റിയായിരിക്കും കൂടുതൽ സംസാരിക്കുക. ഞാനിങ്ങനെ പറയും എന്റെ കച്ചവടത്തിൽ ഇങ്ങനെയാണ്, അപ്പോ സാധനങ്ങളുടെ വില ഇങ്ങനെയാണ്, അപ്പൊ ഞാൻ ഇത്ര വിലക്കാണ് കൊടുക്കുന്നത്, ഞാൻ അങ്ങനെയൊക്കെ സംസാരിക്കും. അപ്പൊ അടുത്തിരിക്കുന്ന ഇവർക്ക് ഉണ്ടാവുന്ന അറിവുകൾ എന്ത് ചെയ്യും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ പിന്നെ ഈ തിരുവനന്തപുരത്തെ വക്കീലന്മാരുടെ സാമർത്ഥ്യം വാദ്യാർ ധരിക്കുന്നു. അയാൾ എന്ത് ചെയ്യുന്നു, വാദ്യാർക്ക് അദ്ദേഹം വാദ്യാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പൊ വാദ്യാർ അത് പഠിക്കുന്നു. നമ്മളിപ്പോ ഇങ്ങനെ പോകുമ്പോ നമ്മുടെ കൂടെ ഒരു പോലീസുകാരൻ ഇരിക്കുന്നു വിചാരിക്കും. അപ്പൊ പോലീസുകാരൻ അയാളുടെ അദ്ദേഹത്തിന്റെ പോലീസ് ജീവിതത്തിന്റെ കഥയായിരിക്കും നമ്മളോട് പറയാ. അപ്പൊ നമുക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ചിലപ്പോ ഞാൻ വിചാരിച്ച പോലീസുകാർ അങ്ങനെ ആയിരിക്കില്ല. ഇപ്പൊ ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്കൊരു ഐഡിയ കിട്ടും, ഇങ്ങനെയാണല്ലേ അപ്പൊ പോലീസുകാർ, ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ. നമ്മളങ്ങനെ പല കാര്യത്തിനും വിചാരിക്കില്ലേ, ഒരു കാര്യത്തിനെ പറ്റി മനസ്സിലാക്കുമ്പോ അതിങ്ങനെ ആയിരുന്നില്ലേ, അങ്ങനെ നമ്മൾ വിചാരിക്കൂലേ. അപ്പൊ അതേപോലെ എന്ത് ചെയ്യും, പരസ്പരം ഇവരിങ്ങനെ ഓരോന്നിന്റെയും അറിവിങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതുവരെ നമുക്ക് സംശയം ഉണ്ടായിരുന്ന കാര്യങ്ങളും ഒരറിവും ഇല്ലാണ്ടിരുന്ന കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യും, അന്നേരം വ്യക്തമായിട്ട് അറിയായിരിക്കും. പിന്നെ തനിക്ക് ശത്രുസഖ്യങ്ങൾ ഉണ്ടാവാം, ശത്രുസഖ്യം ഉണ്ടാവാം. ഈ ഒരു വാക്കില് തനി എന്നല്ല ധനി എന്നാണ് ഇന്ന് വാദ്യാർ എന്ത് ചെയ്യുന്നുണ്ട്, മൈദീൻ പിച്ച മുതലാളിനെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ അതില് സാധാരണ നമ്മൾ പറയും പോലെ നമ്മൾ തായും ദായും വലിയ വ്യത്യാസമൊന്നുമല്ല പറയാം. അപ്പൊ ധ എന്നുള്ളത് എടുത്ത് പറയണം. ഒരു വാദ്യാറാകുമ്പോ എന്ത് ചെയ്യും, അദ്ദേഹം അത് അങ്ങനെ പറയാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അറിയാത്തൊരാളാണ് അങ്ങനെ പറയാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അയാൾ സമ്മതിക്കുമോ? ഇല്ല. അപ്പൊ ഇവർ അവസാനമാകുമ്പോഴത്തേക്ക് ഒരു കുടുംബം പോലെ അത്രയും എന്താണ് ബന്ധമായി കഴിഞ്ഞെന്നാണ് പറയുന്നത്. ഒടുവിൽ കൽപ്പാലക്കടവിൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് എത്തുമ്പോഴേക്ക് നമ്പ്യാതിക്ക് ഖുറാനെ പറ്റി അല്പം അറിയാം. ജോത്സ്യന് പറവൂരെ ഗൃഹസ്ഥന്മാരെ പറ്റി നല്ലതുപോലെ അറിയാം. ഗൃഹസ്ഥന് പെരിങ്ങാട്ടെ മരിച്ചിന കൃഷിയെപ്പറ്റി വിവരിച്ചറിയാം. രോഗിക്ക് അംബാസമുദ്രത്തിലെ ഒരു നല്ല ചിന്താർമണി വൈദ്യന്റെ പാടവത്തെ പറ്റി ധാരാളം അറിയാം. ഇതിപ്പോ നേരത്തെ പറഞ്ഞ ബാക്കി. ഓരോരുത്തരും എന്ത് ചെയ്യാണ്, പരസ്പരം തങ്ങൾക്ക് ഉണ്ടാകുന്ന ഇപ്പത്തെ കാലത്ത് നമ്മളെ മതത്തിന്റെ പേരിലും ജാതിന്റെ പേരിലൊക്കെ ഒരുപാട് അടിയൊക്കെ നമ്മൾ കാണുന്നില്ലേ. പക്ഷെ അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ പരസ്പരം എന്താണ്, എല്ലാത്തിനെ പറ്റി അറിയാം. അപ്പോ ഞാനിപ്പോ എന്റെ മതത്തിലെ കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും, അടുത്താൾക്ക് പറഞ്ഞു കൊടുക്കും. അയാളുടെ മതത്തിലെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരും. അങ്ങനെ എന്ത് ചെയ്യും, അതിനെപ്പറ്റി നല്ല അറിവ് എനിക്ക് കിട്ടും. അങ്ങനെ നമുക്ക് എന്തറിവാണോ നമ്മളെ കയ്യിലുള്ളത്, ഒരറിവും ചെറുതല്ല എന്നല്ല പറയാ. അപ്പൊ നമ്മളെ കയ്യിൽ ചെറിയ അറിവാണെങ്കിലും വലിയ അറിവാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ ആൾക്കാർക്ക് പകർന്നു കൊടുക്കും. അതേപോലെ തന്നെ ഈ തോണിയിലുണ്ടായിരുന്ന ഈ വള്ളത്തിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാരും എന്ത് ചെയ്തു, തങ്ങളുടെ കയ്യിലുള്ള വലിയതും ചെറിയതുമായിട്ടുള്ള അറിവുകൾ പരസ്പരം പങ്കുവെച്ച് ഇറങ്ങുമ്പോഴത്തേക്കും അവസാനമാകുമ്പോഴത്തേക്കും എന്തായി, എല്ലാവർക്കും പരസ്പരം ഉണ്ടായിരുന്ന അറിവ് പങ്കിട്ട് കുറച്ച് എല്ലാത്തിനെ പറ്റിയും അറിയാവുന്നതായി. ഇപ്പോൾ എങ്ങനെയാണ്, ഇത്രയും പേർ തന്നെ കൊല്ലം റെയിൽവേ ഓഫീസിൽ വരുന്നു. പലരായി നിന്ന് ടിക്കറ്റ് വാങ്ങുന്നു. പല മുറികളിൽ കയറുന്നു. രോഗി തന്റെ വയറുവേദന ഒന്ന് തിരുമ്മി ശമിപ്പിക്കുന്നതിന് മുമ്പ് ചെട്ടിയാർ തന്റെ അതുവരെയുള്ള യാത്രാ ചെലവ് കണക്കിൽ ഒന്ന് കണ്ണോടിക്കുന്നതിന് മുമ്പ് ഗസ്തൻ താൻ ആയിടെ വാങ്ങിയ കുട ഭദ്രമായി ഒന്ന് സൂക്ഷിച്ചു വെക്കുവാൻ സ്ഥലം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വാദ്യാർ അപ്പോൾ വാങ്ങിയ പ്രതിദിന പത്രം വായിച്ചു തീർക്കുന്നതിന് മുമ്പ് മൈദീൻ പിച്ച മുതലാളി
ചമ്പൻ പാക്കുകൂട്ടി മുറുക്കിയതിന്റെ തുപ്പൽ വണ്ടിക്ക് പുറത്തേക്കുള്ള വ്യാജനെ കാറ്റിന്റെ ആനുകൂല്യത്താൽ അകത്തേക്ക് മടങ്ങിയെത്തി അടുത്തിരിക്കുന്ന ആളിന്റെ മുഖം കുഴമ്പിൽ മുക്കുന്നതിന് മുമ്പ് ജോത്സ്യൻ സായിപ്പന്മാരുടെ സൂത്രങ്ങളെ പറ്റിയുള്ള ആലോചന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വണ്ടി തമ്പാനൂർ സെൻട്രൽ സ്റ്റേഷനിൽ എത്തുന്നു. അതായത് അത്രയും സ്പീഡിൽ എത്തുന്നതെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇവർ ഓരോരുത്തരും വണ്ടിയിലൊന്ന് കയറി, ട്രെയിനിലൊന്ന് കയറി, ഒരുപാട് ദൂരത്തേക്കുള്ള യാത്രയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പത്തെ കാലത്ത് ട്രെയിൻ ഉള്ളത് കൊണ്ട് തന്നെ വള്ളമുണ്ട്, ട്രെയിൻ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചൂസ് ചെയ്യും? ട്രെയിനാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പൊ ട്രെയിനിൽ കയറി ഒന്ന് ഇരിക്കുമ്പോഴത്തേക്ക് തന്നെ എന്ത് ചെയ്യും? ആ സ്ഥലത്തേക്ക് എത്തും. കാരണം അത്രയും വേഗതയിലാണ് ട്രെയിന് യാത്ര ചെയ്യുന്നത്. വള്ളത്തിലാകുമ്പോൾ തുഴഞ്ഞ് നമ്മള് ഇന്ന് നമ്മൾ 1 മണിക്കൂർ കൊണ്ടെത്തുന്ന സ്ഥലത്ത് ചിലപ്പോൾ വള്ളത്തിലാകുമ്പോൾ 2, 3, 4 മണിക്കൂർ എടുക്കും. ചിലപ്പോൾ ദിവസങ്ങൾ എടുക്കും. ദിവസങ്ങളൊന്നുമില്ല, 1, 2 ദിവസം, 1 ദിവസം ഒക്കെ എടുക്കും. അപ്പോ അത്രയും സമയം എന്ത് ചെയ്യും? വള്ളത്തിലാണെങ്കിൽ നമ്മൾ യാത്ര ചെയ്യേണ്ടി വരും. പിന്നെ അപ്പോ ഇതില് പറയുന്നുണ്ട്, പിന്നെ ഈ മദീൻ കുച്ച മുതലാളി പിന്നെ മുറുക്കിത്തുപ്പ, നമ്മള് സ്പീഡിൽ യാത്ര ചെയ്യുന്ന പിന്നെ ഒരു വാഹനത്തിൽ നമ്മൾ മുറുക്കിത്തുപ്പി എന്ത് പറ്റും? അടുത്തിരിക്കുന്ന ആളുടെ മേത്തേക്കല്ല എത്തുക. കാറ്റ് ഭയങ്കര സ്പീഡിൽ, കാറ്റിന് തുളച്ചുകൊണ്ടാണല്ലോ ആ വണ്ടി മുന്നോട്ടേക്ക് പോകുന്നത്. അതിപ്പോ ട്രെയിൻ ആണെങ്കിൽ അത്രയും സ്പീഡിലാണ് പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യും? കാറ്റിനെ തുളച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ ഈ കാറ്റ് മൊത്തം ബാക്കോട്ടിലേക്ക് വരും. അപ്പൊ നമ്മൾ തുപ്പുന്ന സമയത്ത് ഇത് താഴേക്കല്ല തെറിക്കുക, ഇതെന്ത് ചെയ്യും? അടുത്തിരിക്കുന്ന ആളുടെ പിന്നെ ശരീരത്തിലേക്കാണ് തെറിക്കുക. അപ്പോ ഇദ്ദേഹം ഇതൊന്ന് തുപ്പി എന്നിട്ട് അടുത്തിരിക്കുന്ന ആളുടെ ശരീരത്തിൽ എത്താനുള്ള സമയം പോലും എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും വേഗതയിൽ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. നമുക്ക് ഇതേപോലെ ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല, ദൂരം നമുക്ക് യാത്ര ചെയ്യേണ്ട വരുന്നില്ല. പിന്നെ അങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത്. അത്രയും പിന്നെ ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട്, ഒരുപാട് സമയം യാത്ര ചെയ്യേണ്ടി വരുന്നില്ല. അത്രയും വേഗത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അതിപ്പോ നമ്മുടെ യാത്രാ മാർഗം എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തുന്ന സമയത്തിൽ വ്യത്യാസം വരും. ഇപ്പൊ ഞാൻ നടന്നിട്ട് ഇവിടുന്ന് പിന്നെ ഞാനിപ്പോ കേരളത്തിൽ നിന്ന് നടന്ന് ഞാൻ കാശ്മീർ വരെ പോവാണെങ്കിൽ എനിക്ക് എത്രത്തോളം ദിവസങ്ങൾ എടുക്കും? ഒരുപാട് ദിവസങ്ങൾ എടുക്കൂലേ? പക്ഷെ ഞാൻ ട്രെയിനിൽ പോവാണെങ്കിൽ എനിക്ക് 2-3 ദിവസം കൊണ്ട് എന്ത് ചെയ്യാം? അവിടത്തേക്ക് എത്താം. ഇപ്പൊ ഞാൻ ഫ്ലൈറ്റിലാ പോകുന്നെങ്കിലോ മണിക്കൂറുകൾ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ എത്താൻ പറ്റും. അതാണ് വേഗത കൂടുമ്പോൾ നമുക്ക് സമയവും കുറയും. അപ്പോ വേഗതയുള്ള വണ്ടിയാകുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് വളരെ പെട്ടെന്ന് എത്താൻ പറ്റും. അപ്പോ ആൾക്കാരെന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് ഈ ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യില്ല? നടക്കില്ല. ഇവര് ഈ ഒരു സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തേ ചെയ്യുള്ളൂ. കാരണം നമുക്ക് എവിടെ പോകുന്നാണെങ്കിലും നമുക്ക് പെട്ടെന്ന് എത്താനുള്ളതല്ലേ നമ്മുടെ ആവശ്യം. അപ്പോ അന്നത്തെ കാലത്ത് നമുക്ക് കാൽനട തന്നെയായിരുന്നു നമുക്ക് ആകെ ഉണ്ടായിരുന്ന വഴി. പിന്നെ നമുക്ക് വള്ളങ്ങൾ ഉണ്ടായിരുന്നു, വെള്ളത്തിൽ പോകാൻ വള്ളങ്ങൾ ഉണ്ടായിരുന്നു. അല്ലാത്തപ്പോൾ നമ്മൾ നടക്കണമായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോ വീട്ടില് കയറി താമസിച്ചും ഭക്ഷണം കഴിച്ചും പൊതിച്ചോറ് കൊണ്ടുപോയും അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നത്? നടക്കേണ്ട വന്നത്. അവിടെ ചെന്നാൽ തോട്ടന്മാരുടെ മരണവിളി, മദ്രാസ് മെയിൽ ഹിന്ദു പടവിളി, സായിപ്പന്മാരുടെ പൂജ് ശബ്ദം, ടിക്കറ്റ് കളഞ്ഞു പോയ എന്നുള്ള നെഞ്ചിരിപ്പ്, വണ്ടിക്കാരുടെ പിടിവലി. അപ്പോ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നമുക്കറിയാം അവിടെ എന്തൊക്കെയാ ഉണ്ടാവുക. അവിടുന്ന് തോട്ടന്മാരുടെ മരണവിളി, അങ്ങനെ ആൾക്കാർ എന്ത് ചെയ്യും? ഒരുപാട് ശബ്ദങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്ക് അതിനിടയ്ക്ക് ഇപ്പൊ ട്രെയിനിൽ കയറാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് വേണം. ഇപ്പൊ ടിക്കറ്റ് സൂക്ഷിച്ചില്ല, ടിക്കറ്റ് കളഞ്ഞു പോയി, അങ്ങനെ ടെൻഷൻ. നമുക്ക് ആകെ ഒരു വെപ്രാളം പിടിച്ചിട്ടാണ് നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷനിൽ എത്തി അവിടെ നിന്ന് തിരിച്ചു വരുന്നത് വരെ, നമ്മൾ പോയ സ്ഥലത്ത് എവിടത്തേക്കാണോ നമുക്ക് എത്തേണ്ടത് അവിടെ എത്തുന്നത് വരെ നമ്മൾ ആകെ ഒരു വെപ്രാളം പിടിച്ചിട്ടാണ് ഉണ്ടാവുകയെന്നാണ് ഇവിടെ പറയുന്നത്. വണ്ടിക്കാരുടെ പിടിവിലി, അതാ മിഴിച്ചു നിൽക്കുന്ന അപ്പുറത്തെ റോഡിൽ. ഹോട്ടലിൽ ചെന്നാൽ കാശിന് ചോറ്, അത് കഴിഞ്ഞാൽ വെളിയിൽ ആരോടും യാതൊന്നും സംസാരിക്കാൻ സമയമില്ല. അപ്പോ നമുക്ക് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കാം. പക്ഷെ പണ്ടത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. പണമൊന്നുമല്ല, നമ്മള് എവിടെ പോയാലും ആൾക്കാരെന്ത് ചെയ്യും? നമുക്ക് ഭക്ഷണം തരും. ഇപ്പൊ കയ്യിൽ കാശില് നമുക്ക് ഭക്ഷണമില്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് അങ്ങനെ വെറുതെ ഭക്ഷണം തരും? ഇല്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ. നമുക്ക്
കാശിനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഭക്ഷണം കിട്ടുന്നത്. നമുക്ക് യാത്ര ചെയ്യാൻ ചെലവ്, യാത്ര ചെയ്യാൻ ഒരുപാട് പണം വേണം, ഭക്ഷണം കഴിക്കാൻ ഒരുപാട് പണം വേണം. അപ്പൊ പറയുമ്പോൾ പെട്ടെന്ന് എത്തുമെങ്കിലും എളുപ്പമാണെങ്കിലും നമുക്ക് എന്താണ്, ഒരുപാട് പണച്ചെലവുള്ളതാണ് ഇന്നത്തെ കാലത്തെ യാത്രകൾ. പണച്ചെലവ് മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ പണ്ടത്തെ കാലത്തെ യാത്ര പറയുമ്പോൾ നമുക്ക് ഭക്ഷണത്തിന് നമുക്ക് ചെലവില്ല, താമസിക്കാൻ നമുക്ക് ചെലവില്ല, പിന്നെ നമുക്ക് ആകെയുള്ളത് നടക്കുക, ആരോഗ്യം പ്രയോജനപ്പെടുത്താൻ നമ്മൾ നടക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇന്നെന്ന് പറയുമ്പോൾ താമസിക്കാൻ നമുക്ക് റൂം എടുക്കണം, അതിന് ചെലവാണ്. അതേപോലെ തന്നെ ചോറിന് ചെലവാണ്, നമുക്ക് ഭക്ഷണത്തിന്, അങ്ങനെ എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് പൈസ ചെലവാക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വെളിയിൽ ആർക്കും ആരോട് സംസാരിക്കാൻ സമയമില്ല. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഭയങ്കര തിരക്കാണ്. കാരണം നമ്മൾ ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടോടാണ്. രാവിലെ തൊട്ട് നമ്മൾ ഓടാൻ തുടങ്ങും, ഓടി തളർന്ന് രാത്രി വന്ന് തിരിച്ച് കിടക്കും. എന്നിട്ട് എന്ത് ചെയ്യും, പിറ്റേ ദിവസം രാവിലെ പിന്നെ എണീച്ചു പോകും. തന്നെയാണ് നമ്മൾ എല്ലാ ദിവസവും ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആൾക്കാരോട് ഇപ്പൊ നമുക്ക് ഒരുപാട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്, ഇപ്പൊ നമുക്ക് അടുത്ത ആളോട് സംസാരിക്കാൻ തോന്നുന്നു, ഇല്ല. ആൾക്കാർ ജീവിതത്തിന്റെ തിരക്കിന്റെ ഇടയ്ക്ക് ഇവർക്ക് സംസാരിക്കാനൊക്കെ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഒരുപാട് നേരം വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അടുത്തിരിക്കുന്ന ആൾക്കാരോട് സംസാരിക്കാൻ തോന്നും, അപ്പൊ നമ്മൾ സംസാരിക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നമ്മൾ പിന്നെയും ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാകുന്നത് നല്ല ദൂരെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ്. ഇപ്പോ വളരെ അടുത്തൊരു 10 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഒരേ ബസ്സിൽ ഒരുമിച്ചിരുന്ന് പോയാൽ കൂടെ നമ്മൾ എന്ത് ചെയ്യില്ല, സംസാരിക്കില്ല. അത് 1 മണിക്കൂർ ഇരുന്നാലും നമ്മൾ സംസാരിക്കില്ല. ഇനിയിപ്പോ 2 മണിക്കൂർ ഇരുന്നാലും നമ്മൾ സംസാരിക്കില്ല. കൂടുതൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു രാത്രിയോ അങ്ങനെയൊക്കെ ഇരുന്നെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇന്നത്തെ കാലത്ത് സംസാരിക്കുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇപ്പോ ആൾക്കാരോട് സംസാരിക്കണം, ബന്ധങ്ങൾ ഉണ്ടാക്കണം, അങ്ങനെയൊന്നും ഇന്നത്തെ കാലത്ത് നമ്മൾ എന്തെങ്കിലും ചിന്തിക്കുന്നില്ല. അപ്പൊ ചിന്തിക്കാണ്ടിരിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നത് നമുക്ക് ഒന്നിനും സമയമില്ല. നമുക്ക് എന്തിനോ വേണ്ടി നമ്മൾ എല്ലാവരും എന്ത് ചെയ്യാണ്, ഓടിക്കൊണ്ട് നിൽക്കുകയാണ്. അതുപോലെ പിറ്റേ ദിവസം തിരിച്ച് വീട്ടിലും. അപ്പൊ അതാണ് നമ്മൾ സാധാരണയാണെങ്കിൽ ഞാനിവിടുന്ന് രാത്രി പുറപ്പെട്ട് അവിടുന്ന് 2 ദിവസം എടുത്ത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി അവിടുന്ന് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് പിന്നെ 2 ദിവസം എടുത്ത് വീട്ടെത്തും. പക്ഷെ അതേ സംഭവം നമ്മൾ എന്ത് ചെയ്യും, ട്രെയിനിലാണെങ്കിൽ ഇവിടെ നമ്മൾ 1 മണിക്കൂർ കൊണ്ട് അവിടുത്തെ പണി തീർത്ത് രാത്രിയാകുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, വീട്ടിലേക്ക് എത്തും. അതാണ് എല്ലാം നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് തീരും. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീരും, പക്ഷെ നമുക്കൊന്നും സമയമില്ല. അതാണ് ഇപ്പോഴത്തെ കാലത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ മാതിരി യാത്ര കൊണ്ട് വല്ല ലോകപരിചയം സമ്പാദിക്കുക? അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് പോയി എന്നുള്ള യാത്രകൾ നമ്മൾ എങ്ങനെയാണ് ശരിക്കും ലോകപരിചയം സമ്പാദിക്കുക? നമുക്ക് എന്ത് സംഭവമാണെങ്കിലും നമ്മൾ മെല്ലെ മെല്ലെ ചെയ്യുമ്പോൾ നമുക്ക് ആ സംഭവത്തിനെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാനൊക്കെ പറ്റുക. അപ്പൊ യാത്രകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആസ്വദിച്ച് ചെയ്യേണ്ടതാണ്. പക്ഷെ എല്ലാ യാത്രകളും നമുക്ക് ആസ്വദിക്കാൻ പറ്റുമോ? ഇല്ല. പെട്ടെന്ന് തീർന്നു പോകുന്ന യാത്രകൾ ആസ്വദിക്കാൻ പറ്റുന്നത് ഭയങ്കര ചുരുക്കമാണ്. അപ്പൊ നമ്മൾ ഒരുപാട് ദൂരെ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൾക്കാരെ മനസ്സിലാക്കുകയും പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണുകയും ആൾക്കാരുമായിട്ട് പിന്നെ ബന്ധങ്ങൾ ഉണ്ടാക്കി ലോകവിവരം നേടുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ പെട്ടെന്നുള്ള യാത്രയാണെങ്കിൽ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ 1 മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ കൂടെ നമ്മൾ അടുത്തിരിക്കുന്ന ആളോട് മിണ്ടോ? ഇല്ല. നമ്മൾ സംസാരിക്കില്ല, നമ്മൾ മിണ്ടൊന്നും ചെയ്യില്ല. അപ്പോ ഇങ്ങനെയുള്ള യാത്രകളൊന്നും നമുക്ക് ലോകപരിചയം സമ്പാദിക്കാൻ പറ്റില്ല എന്നാണ് നമ്മുടെ സാഹിത്യകാരൻ പറയുന്നത്. അപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ആൾക്കാരുമായിട്ടുള്ള പിന്നെ ഇന്ററാക്ഷൻ ഭയങ്കര കുറവാണ്. ആ ഒരു കാര്യത്തിലോട്ടേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഈ ലേഖനം നയിക്കുന്നത്. പണ്ടത്തെ വഴിയാത്രന്റെ പിന്നെ ഭംഗി വിവരിച്ചുകൊണ്ടും എത്രത്തോളം ഭംഗിയുള്ളതായിരുന്നു പണ്ടത്തെ വഴിയാത്ര എന്ന് വിവരിച്ചുകൊണ്ടും അതൊക്കെ പറഞ്ഞ് ഇന്നത്തെ കാലത്ത് ഇതൊന്നും ഇല്ലാത്തതിന്റെ ഇതും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊന്നും ഇല്ലാത്തതിന്റെ നഷ്ടവും നമുക്ക് എത്രത്തോളമാണ് ഈ വഴിയാത്ര എന്ന കൃതിന്ന് ഈ സാഹിത്യകാരൻ നമുക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോ നമുക്കില്ല ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, അന്യന്മാരുടെ ഔദാര്യത്തിൽ ദൃഢമായി വിശ്വസിച്ചുകൊണ്ടുള്ള പോക്കാണിത്. ലേഖകൻ പരാമർശിക്കുന്നത് എന്താണ്? ഇഷ്ടമാക്കാം. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ അന്യന്മാരുടെ ഔദാര്യത്തിൽ വിശ്വസിച്ചുകൊണ്ടുള്ള പോക്ക്. അങ്ങനെ വെച്ചാൽ ചില ആൾക്കാർ എന്ത് ചെയ്യും, പൊതിച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് പോകും. ചില ആൾക്കാർ ഇതൊന്നും ഇല്ലാണ്ട്
പിന്നെ അതിനേക്കാട് ദൂരത്തേക്ക് പോകേണ്ട ആൾക്കാരാണെങ്കിൽ പൊതിച്ചോറുണ്ടാവും. പൊതിച്ചോറ് ചിലപ്പോൾ പൊതിച്ചോറ് എടുക്കാണ്ട് അരി സാമാനങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ചില ആൾക്കാർ എന്ത് ചെയ്യും, ഇതൊന്നും എടുക്കാണ്ട് ഞാൻ എന്തായാലും ഏതെങ്കിലും ഒരു വീട്ടിലെത്തും, അപ്പൊ എനിക്ക് എന്തായാലും ഇവിടെ ഭക്ഷണം ഉണ്ടാവും, അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഞാൻ പട്ടിണി എടുക്കൊന്നുമില്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് എനിക്ക് എന്തായാലും ഭക്ഷണം ഉണ്ടാവും, അങ്ങനെ വിചാരിച്ച് പോകുന്ന ആൾക്കാരുണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വരിയിൽ കണക്കാക്കുന്നത്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ മറ്റുള്ളവരെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കൊരു യാത്ര ചെയ്യാൻ പറ്റില്ല. പറ്റുമായിരിക്കും, പക്ഷെ അങ്ങനെയുള്ള യാത്രകൾ എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര കഷ്ടപ്പാട് നടക്കുന്നതായിരിക്കും. കാരണം നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് താമസിക്കാൻ സ്ഥലം കിട്ടില്ല, പിന്നെ കഴിക്കാൻ ഭക്ഷണം കിട്ടില്ല, ഒന്നും കിട്ടില്ല. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെയല്ല, നമുക്ക് താമസിക്കാൻ സ്ഥലം കിട്ടും. നമ്മൾ എവിടെയെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു വീട്ടിലാണെങ്കിൽ കൂടെ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ താമസിക്കാൻ പറ്റും. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇതൊന്നും സാധ്യമല്ല. നമുക്കൊരിക്കലും ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, അന്യന്മാരുടെ ഔദാര്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്കൊരു യാത്ര തുടങ്ങാൻ പറ്റില്ല. അതാണ് ഇതിൽ പറയുന്നത്. അവർ അങ്ങനെ കഴിയുന്നു, ഒരു കുടുംബത്തിൽ അംഗങ്ങളായി കഴിയുന്നു. യാത്രാന്ത്യത്തിൽ യാത്രക്കാർ എത്തിച്ചേരുന്ന അവസ്ഥയാണിത്. ഈ യാത്രയിൽ അവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? അപ്പോ ഇവിടെ നമ്മൾ അവിടെ പറയുന്ന ഈ യാത്രയിൽ ഉണ്ടായിരുന്ന ഓരോ അംഗങ്ങളുണ്ട്. അപ്പൊ ഈ അംഗങ്ങൾക്കെല്ലാം എന്ത് മാറ്റമാണ് ഉണ്ടായത്? ആദ്യത്തെ ഒരു മണിക്കൂറൊക്കെ ഇവര് മിണ്ടാണ്ട് പരസ്പരം സംസാരിക്കുകയൊക്കെ ചെയ്യാണ്ട് ഇങ്ങനെ സ്വന്തം സ്ഥലത്തിരിക്കും. അതിപ്പോ എന്ത് യാത്രയാണെങ്കിൽ നമ്മൾ അങ്ങനെയാണ്. പിന്നെ ഇവര് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ സംസാരിച്ച് എല്ലാവർക്കും ഉള്ളതിന്റെ അറിവിന്റെ ഓരോ അംശം അതിൽ എല്ലാവർക്കും ഉണ്ട്. അതായത് ഇപ്പൊ എനിക്ക് അറിയുന്നതിന്റെ കുറച്ച് ഭാഗം എന്റെ അപ്പുറത്തിരിക്കുന്ന ആൾക്കറിയാം, അപ്പുറത്തിരിക്കുന്ന ആൾക്കറിയാവുന്നതിന്റെ കുറച്ച്